ഹലോ എവരി വൺ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും? എൻ്റെ സൗണ്ട് ക്ലിയർ അല്ലേ? ഓഡിയബിൾ അല്ലേ? ഹലോ, Yes, എൻ്റെ yes, sir. വോയിസ് Audible. ആ ആ Yes, ഓക്കെ. yes, yes. Audible ആണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും? ഒരു നമ്മുടെ ഒരു ഈവനിങ് ടൈം എല്ലാവരും തിരക്കുള്ള സമയമായിരിക്കില്ലേ? ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നതും ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ വീട്ടിലെത്തിയ ആളുകളായിരിക്കും. ഓക്കെ, നീവേ എന്താണ് അനുസാർ വിശേഷങ്ങളൊക്കെ? എന്താണ് കുഴപ്പമില്ല. സാറ് പറഞ്ഞ മാതിരി ഇതാ വീട്ടില് ജസ്റ്റ് കയറുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും കുറഞ്ഞ സമയമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് തന്നെ സെഷനിലേക്ക് പോവാം. ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരുപാട് പരിചിത മുഖങ്ങളുണ്ട്, പുതിയ ആൾക്കാരുണ്ട്. എനിവേ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൈക്കോ തെറാപ്പി എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും, സൈക്കോ തെറാപ്പി എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സൈക്കോ തെറാപ്പിയിലെ ഒരുപാട് തെറാപ്പികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ആപ്ലിക്കേഷൻ ലെവലിൽ പോവാറുമുണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു തെറാപ്പിയാണ് CBT. കാരണം നമ്മൾ ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ് CBT. അതേപോലെ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും എളുപ്പമായിട്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി, അതായത് RIBT എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ സമയത്ത് സാധാരണയായിട്ട് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് RIBT. പക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഈ എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡർ പിന്നെ സിവിയർ ആയിട്ടുള്ള കേസുകളൊന്നും ഇത് ഉപയോഗിക്കാറില്ല. അതായത് സിമ്പിൾ ആയിട്ടുള്ള ആങ്സൈറ്റി, അതേപോലെ തന്നെ ലോ ലെവലിലുള്ള സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ ഉള്ള ആളുകൾക്കൊക്കെയാണ് സാധാരണയായിട്ട് RIBT ഉപയോഗിക്കാറുള്ളത്. അപ്പോ ഇതിനെ കുറിച്ച് പ്രധാനമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ RIBT എന്ന് പറയുന്നത് ഇത് ഏകദേശം രൂപീകരിച്ചത് പിന്നെ 1955 ആൽബർട്ട് എലിസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു സയന്റിസ്റ്റ്. അദ്ദേഹം ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് രൂപീകരിച്ചത് RET എന്നായിരുന്നു, റാഷണൽ ഇമോട്ടീവ് തെറാപ്പി എന്നായിരുന്നു. അതായത് നമ്മുടെ മനസ്സിലുള്ള തെറ്റായിട്ടുള്ള ചിന്തകളെ മനസ്സിലാക്കിയിട്ട് അത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു പാറ്റേൺ. പിന്നീടാണ് വർഷങ്ങൾക്ക് ശേഷം 1993 അന്ന് ഒന്നുകൂടി രൂപീകരിച്ചു. എങ്ങനെയാണ്? RIBT ആക്കി, അതിൽ ബിഹേവിയറും കൂടി ആഡ് ചെയ്തു. ഇതെന്തിനാ വെച്ചാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു അപഹർഷതാബോധം ഉണ്ടായിരുന്നു. എനിക്ക് മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് ഞാൻ മറ്റുള്ള ആളുകൾ സോഷ്യലായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചില പ്രയാസങ്ങൾ അയാളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതിനെ അയാൾ എന്താണ് ചെയ്തത്? ഏറ്റവും നല്ലൊരു ഐഡിയ എടുത്തു. ഒരു പുസ്തകത്തിൽ ഈ RIBTയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ജേണൽ എഴുതുക എന്നുള്ളതാണ്. അതൊരു മെയിൻ പോയിന്റ് ആണ്. RIBT തെറാപ്പിയിൽ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൂൾസ് എന്ന് പറയുന്നത് ജേണൽ എഴുതുക എന്നുള്ളതാണ്. അദ്ദേഹം ചെയ്തത് തൻ്റെ അപകർഷതാബോധം അല്ലെ തൻ്റെ ഉള്ളിലുള്ള പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അയാൾ ഒരു ജേണൽ എഴുതി. ഞാൻ ഇന്ന് മുതൽ 100 സ്ത്രീകളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വിഷയം സ്ത്രീകളോട് കൂടുതലായിട്ടും അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു മറ്റു പുരുഷന്മാരെക്കാളിലും. അതിന് തന്നെ അയാൾ എന്ത് ചെയ്തു? 100 സ്ത്രീകളോട് ഞാൻ സംസാരിച്ചു തുടങ്ങും എന്ന് അയാൾ ജേണൽ എഴുതി തുടങ്ങി. അങ്ങനെ ജേണൽ എഴുതി തുടങ്ങി അയാൾ പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്തു. പാർക്കിൽ പിന്നെ പബ്ലിക് ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ പോയിട്ട് സ്ത്രീകളോട് സംസാരിക്കുകയും പിന്നെ കൂടുതലായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാക്കുകയും അവരെ ഈ സ്ത്രീകളുടെ മേഖലകളിലൊക്കെ പോയി ജോലി ചെയ്യാൻ ഒരു തൽപരത കാണിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതോടുകൂടി അയാളുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അപ്പോ അയാൾ മനസ്സിലാക്കി എൻ്റെ ഉള്ളിലുള്ള ഒരുപാട് തെറ്റായ ചിന്തകൾ കാരണം എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു.
ആ മാറ്റങ്ങൾ തെറ്റായിട്ടുള്ള ചില ചിന്തകൾ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഈ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി വരാനുണ്ടായിരുന്ന ഒരു കാരണം. പിന്നെ അദ്ദേഹം ഈ തെറാപ്പിയിലൂടെ പ്രധാനമായിട്ടും കണ്ടെത്തിയത് ഒരു തീം എന്ന് പറയുകയാണെങ്കിൽ, പിന്നെ അദ്ദേഹം കണ്ടെത്തിയത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരാളുടെ ഫ്യൂച്ചറിലേക്കുള്ള അല്ലെങ്കിൽ പ്രസന്റിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഒരു പരിധി വരെ അവന്റെ ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള കാരണം അയാൾ നേരിടുന്ന സാഹചര്യത്തോടുള്ള കാഴ്ചപ്പാടുകളാണ്. നമുക്ക് എന്താണോ ഒരു പ്രശ്നം, നമ്മൾ CBTയിൽ പഠിച്ചില്ലേ, സിറ്റുവേഷനിൽ പോയിട്ടില്ലേ, ആ സിറ്റുവേഷനിൽ നിന്നുള്ള ചിന്താഗതി നമ്മൾ CBT ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുക. പക്ഷെ RBTയിൽ പറയുന്നത് എന്താണ്? ആ സാഹചര്യത്തിൽ അയാൾക്ക് സംഭവിച്ച എന്ത് പ്രയാസമായിരിക്കോട്ടെ, ആ പ്രയാസത്തിൽ ആ സമയത്ത് അയാൾക്കുണ്ടായിരുന്ന ആ പ്രശ്നത്തോടുള്ള കാഴ്ചപ്പാടാണ് അയാളുടെ സ്വഭാവത്തിലേക്ക് പിന്നീട് ലൈഫിലേക്കൊക്കെ ഈ പറയുന്ന ആങ്സൈറ്റിയും ഡിപ്രഷനും അതുപോലെ തന്നെ OCD അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആ ലെവലിലേക്ക് അങ്ങനെ പോകുന്നത് അദ്ദേഹം തെളിയിച്ചു. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞു പോയ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലെ മുറിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നും തന്നെ ഒരു മനുഷ്യന്റെ പുതിയ ജീവിതത്തിലേക്ക് ബാധിക്കുന്നില്ല എന്ന് കൂടി അദ്ദേഹം തെളിയിച്ചു. കാരണം എന്താണ്, CBTയിൽ പിന്നെ നമ്മുടെ ആരോടീപ്പൊക്കെ പറയുന്നത് എന്താണ്, ചൈൽഡ്ഹുഡിലെ എല്ലാ പ്രശ്നം, എന്ത് നടന്നൊരു പ്രശ്നവും ലൈഫിൽ എപ്പോഴെങ്കിലും അയാൾക്ക് വേറൊരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിനോട് കണക്ഷൻ ആണ് എന്നാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് എന്താണ്, പിന്നെ ചൈൽഡ്ഹുഡിലെ അത് ഇല്ല എന്നല്ല, പക്ഷെ പൂർണ്ണമായിട്ടും ഇതിനെ ബാധിക്കുന്നില്ല. ഈ കറൻലി എന്താണ് സംഭവിച്ചത്, ആ സംഭവിച്ചതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ എങ്ങനെയാണ് ആ സാഹചര്യത്തോട് ഒന്ന് പേടിച്ചു പോയോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചോ അല്ലെ വെറീഡ് ആയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുള്ള പലതരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള സ്വഭാവങ്ങൾ ബിഹേവിയർ കാണിക്കുക. ഈ രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞത്. പിന്നെ പ്രധാനമായി ഇദ്ദേഹം പറഞ്ഞത് ഒരു നല്ലതോ ചീത്തതോ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഇല്ല എന്നുള്ളതാണ്. അതേ സമയത്ത് അതായത് നമുക്ക് ജനറ്റിക്കലായിട്ട് പലരും പറയും ജനറ്റിക്കായിട്ട് ചില കണ്ടക്ട് ഡിസോർഡർ അല്ലെങ്കിൽ ADHD ഒക്കെ കിട്ടാറുണ്ട്. അതേപോലെ ഇദ്ദേഹം പറയുന്നു ഇത് അങ്ങനെ ഒരാൾക്ക് നല്ലതോ ചീത്തതോ എന്ന സ്വഭാവമല്ല. ഒരു സാഹചര്യത്തിൽ എന്താണ് അയാൾ മനസ്സിലാക്കുന്നത്, അയാൾക്ക് എന്താണ് എക്സ്പീരിയൻസ് കിട്ടുന്നത്, അതാണ് ഒരു RBT തിയറി എന്ന് പറയുന്നത്. അദ്ദേഹം തെളിയിച്ചത് ഇതാണ്. ഒരു നല്ലതോ ചീത്തയായിട്ട് കാര്യങ്ങളൊന്നും മുമ്പ് നമുക്ക് ജനറ്റിക്കലായിട്ടോ ഫിസിയോളജിക്കലായിട്ടോ ബയോളജിക്കലായിട്ടോ ഒന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ സാഹചര്യത്തിൽ എന്താണ് ഒരാളോടിട്ട് ഇടപഴകുന്നത്, ആ സാഹചര്യത്തിൽ എന്താണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്, അതാണ് ഒരു മനുഷ്യനെ നല്ലതും ചീത്തയും ആക്കുന്നത് എന്നാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഇയാൾ ചെയ്തിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ തെറാപ്പിയുടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ചിന്തകളാണ്. ആ ചിന്തകളിൽ നിന്നും ഫീലിങ്സിലേക്ക് വരുന്നു. ഫീലിങ്സ് മൂലം എന്താണ് ബിഹേവിയർ. ഇത് നമുക്ക് എന്താണ്, ഈ മൂന്നും എന്താണ് മറ്റുള്ള തിയറി എല്ലാം ഫോക്കസ് ചെയ്യാണ്. പക്ഷെ ഈ ബിഹേവിയർ കഴിഞ്ഞ ഒരു ഇമോഷനിൽ വരാറുണ്ട്. സാധാരണയായിട്ട് ഇമോഷനിൽ എന്താണോ ആ ഇമോഷനെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് RBTയിൽ പ്രധാനം. തോട്ട്സും ഫീലിങ്സും ബിഹേവിയർ ഒക്കെ നോർമലാണ്. പക്ഷെ ആ അവസാനത്തിൽ വരുന്ന ഒരു ഇമോഷനാണ് നമുക്ക് ഇതില് നമുക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതും അതിനെതിരെയാണ് നമ്മളത് പിന്നെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതും എന്നാണ് RBT തിയറി തെളിയിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഇറാഷണൽ ആയിട്ടുള്ള ബിലീഫ്സും റാഷണൽ ആയിട്ടുള്ള ബിലീഫും. അതായത് എന്താണ് അതിന്റെ മലയാളം എന്ന് പറയുക, അയുക്തിപരമായിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ വിശ്വാസങ്ങൾ. പിന്നെ ഇറാഷണൽ ബിലീഫ് എന്ന് പറയുന്നത് യുക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസങ്ങൾ. ഇത് രണ്ടും അദ്ദേഹം വേർതിരിച്ച് ഓരോ കാരണങ്ങളായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇതില് പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ടാണ് അദ്ദേഹം തിരിച്ചിട്ടുള്ളത്. അതായത് RBT തിയറിയെ 3 കാറ്റഗറി ആയിട്ട്. അതെങ്ങനെയാ കാറ്റഗറി മീൻസ്, ഈ RBT തിയറി ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ പോകുമ്പോൾ ഈ RBT എങ്ങനെ കൊടുക്കാന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനത്തെ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കുറച്ച് സിംറ്റംസുകൾ, നമ്മൾ ഡിസ്റ്റോർഷൻ പഠിച്ചിട്ടില്ലേ കോഗ്നിറ്റീവ് തിയറിയിലൊക്കെ ഉള്ള ഒരു ഡിസ്റ്റോർഷൻ, അതേപോലെ തന്നെ 3 കാറ്റഗറി ആയിട്ട് അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. അപ്പോ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിമാൻഡ് അബൌട്ട് സെൽഫ്. ഡിമാൻഡ് അബൌട്ട് സെൽഫ് എന്ന് പറയുമ്പോൾ
എന്താണ് എനിക്ക് എപ്പോഴും അംഗീകാരം കിട്ടണം, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. കാരണം എന്താണ്, ഞാൻ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരാളാണ്, എനിക്ക് ഇത് കിട്ടിയേ പറ്റൂ. കാരണം ഞാൻ എന്താണ്, ഞാൻ സാധാരണ ഞാൻ മറ്റുള്ള കുടുംബത്തിൽ ഞാൻ മൂത്തൊരാൾ അല്ലെങ്കിൽ മൂത്തൊരു കുട്ടിയാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ അതിനുശേഷം വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു കമ്പനി ജോലി ചെയ്ത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അന്നപ്പോ എന്താണ്, എനിക്ക് ആ അംഗീകാരം പ്രശംസയും പ്രൊമോഷൻ പെട്ടെന്ന് തന്നെ കിട്ടണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പേ. കാരണം അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പുറമെ എന്താണ്, എനിക്കെല്ലാം ആദ്യം തന്നെ കിട്ടണം, എനിക്ക് പ്രയോറിറ്റി ആദ്യം കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും ഈ പ്രധാനമായിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ഡിമാൻഡ് ഓഫ് അതേഴ്സ്, ഡിമാൻഡ് അബൌട്ട് അതേഴ്സ്. അതായത് കാരണം എന്താണ്, ഉദാഹരണം പറയാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഭാര്യ ഭർത്താവ് ലൈഫിൽ ജീവിതത്തിൽ ഇയാള് വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യക്ക് പറ്റിയ ഒരാളല്ല. അത് വർഷങ്ങൾക്ക് ശേഷം പിന്നെന്താണ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ജീവിച്ച ഒരുപാട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ തോന്നാണ്. പിന്നെ ഏറ്റവും വലിയൊരു കേസിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാള് ഒരു ഇന്ന് ഏകദേശം ആരായിക്കോട്ടെ, ഇന്ന് രാത്രി സ്വന്തം ഭാര്യയുമായിട്ട് പിന്നെ ശാരീരികമായി ബന്ധപ്പെടാൻ ഒരു അയാൾക്കൊരു എന്താണ് ഒരു എന്തൊരു ടെൻഡൻസി വന്നു. ആ സമയത്ത് എന്താണ്, അയാൾ എന്ത് ചെയ്യും, ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു. ആ ഭാര്യക്ക് അടുത്തേക്ക് പോയത് ഭാര്യ പറഞ്ഞു ഇന്ന് വേണ്ട, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ സാധാരണയായി നമ്മൾ എന്താണ് വിചാരിക്കുക, ഒന്നുകിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത കാണും ശാരീരികമായി, വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ കാണുകൊണ്ട് ആ കാരണം കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇയാൾ ആ സമയത്ത് ചിന്തിക്കുകയാണ് എനിക്ക് അതിനുള്ള ഭംഗിയില്ല, ഞാൻ ഇത്രത്തോളം അട്രാക്ഷൻ എനിക്ക് വൈഫിന് കൊടുക്കാൻ പറ്റില്ല, വൈഫിന്റെ കൺമുമ്പിൽ എനിക്ക് ഒന്നിനും കൊള്ളൂല എന്നുള്ള ഒരു ചിന്താഗതി സ്പോട്ടിൽ വരികയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-25 കൊല്ലം ജീവിച്ച ഒരാൾ പറയാണ് എന്നെ ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇനി എന്നെ പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതി. ഇതാണ് പറയുന്നത് ഡിമാൻഡ് അബൌട്ട് അതേഴ്സ്. അതായത് മറ്റുള്ളവർക്ക് വിചാരിക്കുന്നത് നമുക്ക് പ്രതീക്ഷകൾ കൊടുക്കാൻ പറ്റാത്ത ഒരു രീതി. പിന്നെ ഡിമാൻഡ് ഓഫ് അബൌട്ട് ദ വേൾഡ്, അല്ലെങ്കിൽ ചുറ്റുപാട്, സിറ്റുവേഷൻ, പിന്നെ എൻവിറോൺമെന്റ്. ഇത് വെച്ചാല് പിന്നെ സമൂഹത്തിലുള്ള ആളുകൾ പിന്നെ എല്ലാവരും നല്ല, കാരണം എന്നെ പോലെ തന്നെ എൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ നല്ലവരെ പോലെ തന്നെ നിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതി. കാരണം എന്താണ്, ഞാൻ എന്താണോ ചെയ്യുന്നത്, പിന്നെ ഈ PPTയില് കുട്ടികൾ ആരോ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ ആളുകളെ ശ്രദ്ധ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഓക്കെ, അപ്പോ ഈ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ചുറ്റുപാടുള്ള ആളുകൾ. നമ്മൾ വിചാരിച്ചത് പോലെ തന്നെ മറ്റുള്ള ആളുകളും ചുറ്റുപാടുള്ള ആളുകൾ, എൻ്റെ ഫ്രണ്ട് സർക്കിൾ ആളുകളൊക്കെ ജീവിക്കണം, അവര് ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ എന്ന് പറയും പോലെ അതേ ഒരു രീതിയാണ്. ഈ ഒരു 3 കാറ്റഗറിയാണ് ഇതില് RBTയിൽ പറയുന്നത്. പ്രധാനമായിട്ട് ഒരു ഡിസ്ട്രോഷൻ, നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയും. ഈ 3 തരത്തിലുള്ള ചിന്താഗതികൾ അവർക്കുണ്ടാവും. പിന്നെ ഇവരെപ്പോഴും എന്താണ്, RBT ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഈ തെറാപ്പി കൊടുക്കാൻ നമുക്ക് പറ്റുന്ന സിംറ്റംസുകൾ ഉള്ള ആളുകൾക്ക് എപ്പോഴും എന്താണ്, പിന്നെ എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കും. ആളുകൾ എന്താണ്, പിന്നെ എന്താണ്, മറ്റുള്ള എന്തെങ്കിലും ചെറുതായിട്ട് കിട്ടുന്നതിന് പകരം കൂടുതൽ, എപ്പോഴും കൂടുതലായിട്ട് ആഗ്രഹിക്കും. എന്നപ്പോ ആഗ്രഹിക്കുന്ന അനുസരിച്ച് എന്താണ്, ഇവരെ ആങ്സൈറ്റി കൂടും, ഫിയർ കൂടും, ടെൻഷൻ കൂടും. എന്നപ്പോ ആ ലെവലിലേക്ക് വരും. കാരണം ഇവരെ എക്സ്പെക്ട് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇത്രേ കൊടുക്കാൻ പറ്റും, പക്ഷെ അവരെന്താണ് അതിര് കവിഞ്ഞ് എപ്പോഴും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് കൊടുക്കും, എനിക്കത് കിട്ടണം, എനിക്കിത് കിട്ടണം എന്നുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബൈപോളാർ ഡിസോർഡറിലൊക്കെ RBT ഒരു നല്ല രീതിയിൽ അവരെ ഇമോഷനെ ഫോക്കസ് ചെയ്ത് മാത്രം കൊടുക്കാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവലാണ്. പ്രധാനം ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ബൈപോളാർ നമ്മൾ ഇത് ആപ്ലിക്കേഷനിൽ കൊടുക്കുക. പിന്നെ ഇതുവരെ പറഞ്ഞത് ഓക്കെയാണോ? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെ ചോദിക്കുക കേട്ടോ. ഇതില് സാറേ ഒന്നുകൂടെ അദ്ദേഹം പറയാം. ആ ഏതാണ് പറയേണ്ടത്? ആദ്യം പറഞ്ഞത് ആ 3 ഡിമാൻഡുകളാ ഈ ആ ഡിസ്ട്രോഷൻസാ. അതായത് അത് ആ ഇതിൽ ആദ്യത്തെ ഒരു പിന്നെ ഡിസ്ട്രോഷൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അബൌട്ട് സെൽഫ്. അതായത് എനിക്ക് എപ്പോഴും അംഗീകാരം കിട്ടണം എന്നുള്ള ഒരു രീതി. മറ്റുള്ള ആളുകളിൽ നിന്നെന്താണ്, ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുക, അത് മറ്റുള്ളവർ എന്താണ്, ഞാൻ എന്ത് ചെയ്താലും എന്താണ്, ഇനിയിപ്പോ ജോലിയിലാലോ
ഇനിയിപ്പോ അറ്റ്ലീസ്റ്റ് നമ്മുടെ ചെറിയ കുട്ടികളാണ്, ഇപ്പൊ ഞാൻ മൂത്ത കുട്ടിയാണ്, എനിക്ക് പരിഗണന എപ്പോഴും കിട്ടണം. എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങുകയാണെങ്കിൽ എനിക്ക് ആദ്യം വാങ്ങിത്തരണം, എന്നിട്ട് മതി താഴെയുള്ള കുട്ടികൾക്ക്. ഇനി ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ എന്താണ്, എനിക്ക് ആദ്യം തന്നിട്ട് മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കുക. ആ രീതി എനിക്കെല്ലാം പ്രയോറിറ്റി എനിക്ക് ആദ്യം കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതി. കാരണം ഈ ചിന്താഗതി ഉള്ളത് കൊണ്ടെന്നുള്ള ഇവരെ ലൈഫ് ലോങ് അങ്ങനെ കയറി അത് പിന്നീട് അതെന്താണ് അങ്ങനെ ബാധിച്ചുകൊണ്ട് പോകും. കാരണം ഏത് മേഖലയ്ക്ക് ഇവർക്ക് എന്താണ് ഈ ആക്സെപ്റ്റൻസ് അല്ല അംഗീകാരം, ഈ പ്രയോറിറ്റി കിട്ടാത്തത് കൊണ്ട് ഇവരെന്താണ് ടെൻസ്ഡ് ആവും. ഈ പറഞ്ഞതുപോലെ ആങ്സൈറ്റി ലെവൽ കൂടും, ഡിപ്രഷൻ അവയെ മോഡ് പോവും. അതിന് പിന്നെ പലതരത്തിലുള്ള ബിഹേവിയർ ഇഷ്യൂസ് ഇവർക്ക് കാണാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്തത് ഡിമാൻഡ് അബൌട്ട് അതേഴ്സ്. ഡിമാൻഡ് അബൌട്ട് അതേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു ഭാര്യന്റെ ഉദാഹരണം പറഞ്ഞില്ലേ, അത് തന്നെ. പിന്നെ നമുക്ക് അവർക്ക് അനുസരിച്ചുള്ള പ്രതീക്ഷക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതി, അതാണ് ഈ ഡിമാൻഡ് ഓഫ് അബൌട്ട് അതേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തത് എന്ന് പറയുന്നത് ഡിമാൻഡ് അബൌട്ട് ദ വേൾഡ്. അതായത് ചുറ്റുപാടുള്ള ആളുകളൊക്കെ എന്നെ പോലെ ആയിരിക്കണം, പിന്നെ ഞാന് പിന്നെ ഞാൻ നല്ലതാണെങ്കിൽ അവരും നല്ലതായിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് മൂന്നാമത്തെ ഒരു ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത്. പോനെ ഉമ്മ ഇവള് തിന്നണ. ഓക്കെ, അപ്പോ അടുത്തത് നമുക്ക് പിന്നെ ഇതേപോലെ തന്നെ ഈ RBTയിൽ ഇദ്ദേഹം പിന്നെ എലീസ പറയുന്നു, പിന്നെ വികാരങ്ങൾ ആവശ്യമുള്ളത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നാണ്. നോ എന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ നോ സാർ മ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ ആണോ? അതെ, ഓക്കെ ആണ്. ഓക്കെ. അപ്പോ നമ്മൾ വികാരങ്ങള് ഇദ്ദേഹം പറയുന്ന എലീസ് പറയുന്ന എന്താണ്, വികാരങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു രീതിയിലാവണം. അല്ലെങ്കിൽ യെസ് പറയേണ്ടടുത്ത് നമുക്ക് യെസ് പറയാൻ കഴിയണം, നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കുട്ടികളെയൊക്കെ എന്താണ് പിന്നെ യെസ് പറഞ്ഞ് ശീലിക്കാനുള്ള ഒരു പിന്നെ നമ്മൾ ശീലിക്കണം എന്ന് പറയും. തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ശരിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊക്കെ തന്നെയാണ് പല ഫാമിലി അതായത് കുടുംബജീവിതത്തിലെ പല പെൺകുട്ടികളും പിന്നെ അനുഭവിക്കുന്നത്. പിന്നെ ഈ പല പ്രശ്നങ്ങളും വീട്ടിൽ നടക്കുന്ന സമയത്ത് എന്താണ് അവരതിനെ പ്രതികരിക്കാണ്ടിരിക്കുമ്പോൾ പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് കാണും. പിന്നെ അതിന്റെ കൂടെ തന്നെ ചില ഡിസ്ട്രാക്ഷൻ കൂടി അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഇങ്ങനത്തെ ആളുകൾക്ക് നെഗറ്റീവായിട്ടുള്ള ചില ആളുകൾക്ക് മറ്റുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവരെ ചുറ്റുപാടുള്ള ആളുകളുടെ പെരുമാറ്റ ദൂഷ്യത്തിനും തെറ്റുകളും ഇവർ അസ്വസ്ഥരാകും. കാരണം എന്താണ്, ഇവരൊന്നും ചെയ്തിട്ടില്ല, തെറ്റൊന്നും ചെയ്തില്ല, പക്ഷെ ഇവരെ വീട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഇവരെ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും ചെറുതായിട്ടൊരു തെറ്റ് ചെയ്താൽ അയാൾക്ക് അതിനെപ്പറ്റി ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഡിസ്ട്രോഷൻസ് കൂടി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഉദാഹരണം അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അയാൾക്ക് ഇത് ഇങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ. അങ്ങനെ ഇങ്ങനത്തെ മറ്റുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കാണുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കുറച്ചുകൂടി ടെൻഷൻ അടിക്കുക, ഈ പറഞ്ഞതോ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ആളുകൾക്ക് വേറൊന്നുണ്ട്, എല്ലാ കാര്യത്തിലും 100% വിജയം വേണം എന്നുള്ള ഒരു കാര്യം. ഇനിയിപ്പോ മുമ്പ് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇവരെന്ത് പ്രോഗ്രാം എന്ത് പരിപാടി ചെയ്താലും അതിലെന്താണ് 100% വിജയം വേണം, അല്ലെങ്കിൽ 100% പെർഫെക്ഷൻ വേണം എന്നുള്ള ഒരു പിന്നെ ഒരു ചിന്താഗതി കൂടി ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ എന്താണ്, നമ്മൾ സാധാരണ CBTയിൽ പറയുന്നത് പോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ എന്താണ് പൂർണ്ണമായിട്ടും കൂടുതലായിരിക്കും. അത് ഈ RBTയും CBTയും ഏകദേശം ഒന്ന് തന്നെയാണ് ചില പാറ്റേണുകൾ നോക്കുമ്പോൾ. പക്ഷെങ്കിൽ CBTയിൽ തോട്ട്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ പിന്നെ RBTയിൽ ഇമോഷൻസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അടുത്തത് അദ്ദേഹം പറയുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അല്ലെ എല്ലാ വിഷമങ്ങളും പിന്നെ നമുക്ക് എന്താണ് മാറ്റിയാൽ മാത്രമേ എന്താണ് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയൂ.
സാധാരണയായിട്ട് എന്താണ് എല്ലാ പ്രയാസം ഒരു സന്തോഷം പ്രയാസം ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊക്കെ ഒന്നും ഉണ്ടാവില്ല, എന്നിട്ട് അവർ സന്തോഷമായി ജീവിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റിൽ അദ്ദേഹത്തിന് ഈ ഒരു നെഗറ്റീവ് ഉള്ള ആളുകൾ ഇവരെപ്പോഴും ചിന്തിക്കും, എൻ്റെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ മാറിയാൽ മാത്രമേ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി കൂടുതൽ ഇവർക്കുണ്ടോ. പിന്നെ ഇവർക്ക് എന്താണ്, ഇവരെ ഒരു എല്ലാ നിമിഷവും ഏത് ഘട്ടത്തിൽ ഇവർക്ക് ഏതൊരു പ്രോഗ്രാമിലേക്കും എന്ത് ജോലി മേഖല കുടുംബജീവിതത്തിലൊക്കെ പോയ ഓരോ ഘട്ടത്തിൽ ഇവർക്ക് ഓരോ പ്രതിസന്ധി ഒരു ക്രൈസിസ് ഇവർ എപ്പോഴും നേരിടാനുള്ള ഒരു ഇവർക്ക് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് എന്താണ്, നമ്മുടെ പിന്നെ ചില സന്തോഷങ്ങൾക്ക് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഒരു സന്തോഷവും നേടിയിട്ടുണ്ടാവില്ല. ഉദാഹരണം പറയാണ്, പണ്ട് അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എന്താണ് ഞാൻ എൻ്റെ മക്കൾക്ക് അത് ഞാനും കൊടുക്കുന്നില്ല ഇല്ല എന്നുള്ള ചിന്ത. കാരണം ഇവർക്ക് പണ്ട് സ്നേഹം കിട്ടാത്തത് കൊണ്ട് അവർ അത് കിട്ടി ചില പല പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, ചിലപ്പോൾ വേറെന്തെങ്കിലും അബ്യൂസ് നടന്ന കുട്ടികളുടെ സമയത്തായിരിക്കും. അന്നപ്പോ ഈ പിന്നെ അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്ത കുട്ടികളൊക്കെ വളർന്ന ആളുകളൊക്കെ ഇങ്ങനത്തെ ഒരു ചിന്താഗതി കൂടുതലായിട്ട് വരും. കാരണം പണ്ട് ഇവർക്ക് അത് കിട്ടിയിട്ടില്ല, അമ്മയുടെ സ്നേഹമോ അച്ഛന്റെ സ്നേഹം കിട്ടാത്തത് കൊണ്ട് ഞാനും മറ്റുള്ള ആളുകളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി ഇവരിൽ കൂടുതലായി. പിന്നെ ഇതേ സമയത്ത് എന്താണ്, ഈ ഇങ്ങനത്തെ ഉള്ള പല പ്രശ്നങ്ങൾക്കും പിന്നെ ഈ അതായത് നമ്മുടെ സൈക്കോ അനാലിസിസിന്റെ സ്റ്റേജുകളല്ലേ, അതേപോലെ തന്നെ ഫാലിക് എന്നിവയിലേക്ക് കടന്നു വന്നിട്ടാണ് സാധാരണ ഒരു നോർമൽ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ടാകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്കോ എഡ്യൂക്കേഷൻ അല്ല സൈക്കോ അനാലിക് സൈക്കോ ഡൈനാമിക് തിയറി, ഓരോ സ്റ്റേജ് ഒരു എറിക്സന്റെ തിയറീസിലൊക്കെ ഒരു മനുഷ്യൻ ഒരു കുട്ടി ജനിച്ച് ഇത്ര സ്റ്റേജ് ഓരോ സ്റ്റേജ് അനുസരിച്ച് ഡെവലപ്മെന്റ് അടുത്താണ് ഒരു ഒരാൾ വളർന്നു വരുന്നത് എന്നുള്ളത്. പക്ഷെ ഇദ്ദേഹം പറയുന്നു അത് അങ്ങനെയൊന്നല്ല, ഒരു കുട്ടി ജനിക്കുന്നു, അത് പിന്നെ അത് എന്താണ് ചില ഉത്തരവാദിത്തങ്ങൾ ഇയാൾക്ക് ലൈഫിൽ കുട്ടി ജനിച്ചു, അമ്മ ഇത്ര വർഷം നോക്കി, അത് കഴിഞ്ഞൊരു കുട്ടി പഠിക്കാൻ പോയി, ആ പഠിക്കാൻ അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അതൊക്കെ കുട്ടി ഒരാൾക്ക് നേരിടേണ്ട റെസ്പോൺസിബിലിറ്റി ആണ്, ഉത്തരവാദിത്തമാണ്, അല്ലാതെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജ് ഒന്നും അല്ല എന്നുള്ളത്. അന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തിയറിയും സൈക്കോളജിസും വെച്ച് കുറെ പിന്നെന്താണ് അന്നത്തെ ഒരു സമയം വെച്ച് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു തിയറി തന്നെയായിരുന്നു. അപ്പോ ഇതാണ് ഏകദേശം ഒരു RBT തിയറിനെ പറ്റിയുള്ള ഒരു മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, തോട്ട്സ് ഫീലിങ്സ് ബിഹേവിയർ ഇമോഷൻ, ഇത് നോർമൽ ആയിട്ടുള്ള കാര്യം, ഇമോഷനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു തെറാപ്പിയാണ് RBT തെറാപ്പി എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു തെറാപ്പി പ്രോസസ്സിന്റെ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് രണ്ട് ടൈപ്പാണ്. അത് ഈ ഒരു കൗൺസിലിംഗ് സെഷനിൽ നമുക്ക് ഈ RBT ആപ്ലിക്കേഷൻ ലെവലിൽ പോവുകയാണെങ്കിൽ ഉപയോഗിക്കും. ഒന്ന് നോൺ ഡയറക്റ്റീവ് ആണ്. അതായത് നോൺ ഡയറക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവരെ ക്ലയന്റിന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കേട്ട് എംപതറ്റിക്കലായിട്ട് അവരെ പൂർണ്ണമായിട്ട് അവരെ മോഡിൽ ഇരുന്ന് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ അവർ പറയുന്നതനുസരിച്ച് റീപ്ലേഷൻ കൊടുത്ത് നമുക്ക് അവരിൽ നിന്നും പിന്നെ ഒരു എന്താണ് അവരിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് ഇന്റർവെൻഷൻ കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇദ്ദേഹം പറയും നോൺ ഡയറക്റ്റീവ്. പക്ഷെ ഇതിൽ പറയുന്നത് RBT അങ്ങനെയല്ല, മറ്റുള്ള തെറാപ്പികളെ പോലെയല്ല, ഡയറക്റ്റീവ് ആയിട്ടാണ്. ഒരു തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് RBT ഒരു തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് കോച്ചിങ് ആണ്. നമ്മളെ ആ ക്ലയന്റിനെ പൂർണ്ണമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താണ്, മറ്റുള്ള ആപ്ലിക്കേഷനിലെ മറ്റുള്ള തിയറിയെ അല്ലെങ്കിൽ തെറാപ്പിയെ സംബന്ധിച്ചിടത്തോളം CBT അതുപോലെ തന്നെ TA അതുപോലെ തന്നെ മറ്റ് ഫാമിലി തെറാപ്പി ഒക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി പോയി. പക്ഷെ ഇതെന്താണ് RBTയിലേക്ക് വരുമ്പോ എന്താണ്, അവരെ പൂർണ്ണമായിട്ട് നിർബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇതേ പറ്റൂ, നിങ്ങൾ ഇത് തന്നെ ചെയ്യണം എന്നുള്ള അവർ എൻകറേജ്മെന്റ് കൊടുത്തിട്ടാണ് ഈ RBT അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൊരു മോഡൽ ഉണ്ട്, ABC മോഡൽ എന്ന് പറയുന്നത്. ആ മോഡലും കൂടി കറക്റ്റ് ആകുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് പോവുക എന്നുള്ളത്. ഓക്കെ, ഈ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പിയിൽ സാധാരണ ABC ആയിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് അതിന്റെ കൂടെ DE കൂടി. കാരണം അത് ഡിയും കൂടി കൂട്ടിയാൽ മാത്രമേ ഒരു തെറാപ്പിന്റെ അവസാന സെഷൻ കംപ്ലീറ്റ് ആവൂ എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ABCD മോഡലിലേക്ക് പോവാം. കാരണം ഈ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. കാരണം CBTയിൽ ABC ആണുള്ളത്, പിന്നെ RBTയിൽ ABCDE ആണുള്ളത്. കാരണം
അതിന്റെ ഒരു എന്താണ് ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇ ആണ്. കാരണം ആ ഇമോഷണൽ ലെവലിലേക്ക് എത്തണമെങ്കിൽ എന്താണ് ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ കടന്നു പോയാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്ലയന്റുകളെ നമുക്ക് പൂർണ്ണമായിട്ടും ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതങ്ങനെ തന്നെയാണ് ആപ്ലിക്കേഷൻ ലെവലിൽ പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോ ഉദാഹരണം പറയാണ്, ഇദ്ദേഹം ഈ എ എന്ന് പറയുന്നത് ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്നാണ്. അപ്പോ ഈ ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്ന് പറയുന്ന സമയം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്റ്റേജിൽ നിന്ന് ഒരാൾ ഒരു പാട്ട് പാടാൻ പോയി എന്ന് കരുതുക. അപ്പോ ആ പാട്ട് പാടാൻ പോയ സമയത്ത് കേൾക്കുന്നില്ലേ? കേൾക്കാം സർ. ചാറ്റ് ബോക്സ് ഞാൻ ചാറ്റ് ബോക്സ് നോക്കുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോ ശ്രദ്ധിക്കുക, ചാറ്റ് ബോക്സ് ലാസ്റ്റിലേക്ക് നോക്കാം. ഓക്കെ. അപ്പോ ഈ എ എന്ന് പറയുന്നത് ആക്ടിവേറ്റിംഗ് ഇവന്റ്. അത് ഉദാഹരണത്തോടെ തന്നെ പറയാം. ഒരു കറക്റ്റ് ആയിട്ട് ഒരാൾ അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ സ്റ്റേജിൽ നിന്ന് അല്ല ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ക്ലാസ് എടുക്കാന്ന് വിചാരിക്കുന്നു എന്ന് കരുതുക. അപ്പൊ ഞാൻ ക്ലാസ് എടുത്തു. എന്നാൽ ഭൗതികലായിട്ട് ഒരു 2-3 ആൾക്കാർ നെഗറ്റീവ് കമന്റ് അടിച്ചു. ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്ത് പോയി. അപ്പോ എന്റെ ചിന്താഗതിയിൽ എന്താണ് ഇനി വരുന്നത്? ഇവിടെയാണ് നമ്മൾ എന്റെ ഒരു ഫ്രെയിം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇനി മുതൽ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല, എനിക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ഇല്ല, ഞാൻ ആ ക്ലാസ് എടുക്കുന്ന മോശമായത് കൊണ്ടാണ് ആളുകൾ എന്നെ എന്താണ് നെഗറ്റീവ് കമന്റ് അടിച്ചത്. എനിക്കൊരു സാഹചര്യത്തിൽ ഇനി എന്റെ ലൈഫ് ലോങ് എന്താണ് ഒരു സെഷനിലും ക്ലാസ് എടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്താഗതി ഇവിടെ പിന്നെന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരാനുള്ള സാധ്യത കൂടും. അപ്പോ അടുത്തത് ബിലീഫ് എന്നാണ്. ബിലീഫ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഞാനെങ്ങാനും ഒരു പാട്ട് പാടാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എവിടെങ്കിലും എനിക്ക് ഒരു അവസരം കിട്ടിയാൽ, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം എനിക്ക് അങ്ങനെ പാട്ട് പാടി പോയി കഴിഞ്ഞാൽ എന്താണ്, എന്നെ ആളുകൾ കളിയാക്കും. അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ ഈ പ്ലാറ്റ്ഫോം ക്ലാസ് എടുക്കാൻ അഥവാ ഞാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ തന്നെ എന്താണ്, പിന്നെ ആളുകൾ എന്നെ നിർബന്ധമായിട്ട് എന്നെ കളിയാക്കും, എന്നെ റിജക്ട് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം കൂടി എവിടെയാണ് ഇതിൽ ക്രിയേറ്റീവ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നു. അപ്പോ ഇത് മൂലം എന്താണ്, പിന്നെ അടുത്തത് കോൺസിക്വൻസ് ആണ്. ഇത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ABC മോഡലിലുള്ള എന്താണ്, നമ്മളൊരു ഇവന്റ് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് സിറ്റുവേഷനിൽ ഒരു പ്രശ്നം വന്നു, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂല. ബി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിശ്വാസം, ഞാൻ ഇനി എവിടെ പോയാലും എനിക്ക് അതേപോലെ തന്നെ സംഭവിക്കും. ഒരു ബിലീഫ്സ് അവിടെ വന്നു, റാഷണൽ ആയിട്ട് ബിലീഫ്സ് വന്നു. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസിക്വൻസസ്. ഈ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പരമാവധി എന്താണ് ഇതിനെ ഒരിക്കലും ഞാനിനി ഇനി എന്താണ് ഒരു ക്ലാസ് എടുക്കാൻ പോവില്ല. ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇനി ഞാൻ ക്ലാസ് എടുക്കാൻ പോവില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇനി മുന്നോട്ട് പോവില്ല. എനിക്ക് അതിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇനിയിപ്പോൾ ആരെന്നോട് പറഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പറഞ്ഞാലും ഞാൻ പോവില്ല എന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് ഇവിടെ വന്നു. അപ്പോ ഇതുവരെയാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു ഓട്ടോമാറ്റിക് തോട്ട്സ് പാറ്റേൺ വരുന്നത്. അപ്പോ ഈ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയാണ് ഒരു ഫ്രെയിം വർക്ക്, RBTന്റെ ഫ്രെയിം വർക്ക് തുടങ്ങുന്നത്. ഈ കഴിഞ്ഞു പോയിട്ടുള്ള 3 ചിന്തകളെയും ഒരു ചിന്ത വന്നു, ഒരു ഇവന്റിലൂടെ ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തിലൂടെ എന്താണ് ഒരു വിശ്വാസം വന്നു, അതുകൊണ്ട് എന്താ ആ സിറ്റുവേഷൻ ഞാൻ പരമാവധി ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നിന്ന് നമ്മൾ ഈ ചോദ്യം, അതായത് ഇതുവരെ നടന്നുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ട് ഇവരെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് 3 നിങ്ങൾ പരമാവധി നിങ്ങൾ ഒഴിവാക്കി അങ്ങനത്തെ സാഹചര്യത്തിൽ എത്തിയ സമയത്ത് നിങ്ങൾക്ക് എന്ത് സങ്കടമാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് ആങ്സൈറ്റി ആണ് ഉണ്ടായത് അവരോട് നമ്മൾ ചോദിക്കുകയാണ്. കാരണം പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലുണ്ടായത് ചോദ്യങ്ങളിൽ തന്നെ നമ്മൾ തിരിച്ചെടുക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളൊരാൾ തെറാപ്പിസ്റ്റ് ആയിട്ട് മുമ്പിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് റിജക്ട് ചെയ്യാൻ റിജക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി ഒരു വട്ടം അബദ്ധം പറ്റി, അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് 2ാമത്തെ സ്റ്റേജിലേക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അവസരങ്ങൾ വരും. അതേപോലെ തന്നെ ഈ അവസരങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവോയ്ഡൻസ് ഉണ്ടാക്കുന്നത്?
RBTയിൽ ഇതാണ് പറയുന്നത്. നമ്മൾ എന്താണ് അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ എന്ന രീതിയിൽ എന്താണ് നിങ്ങൾക്ക് അതിന് കഴിയും, നിങ്ങൾക്ക് അതിന് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഡിസ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് എഫക്റ്റ്. ആ എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ ഈ ഇവന്റ്, അതായത് എനിക്ക് മുമ്പ് സംഭവിച്ച ഒരു പ്രശ്നം, പിന്നെ അത് എന്താണ്, പിന്നെ എപ്പോഴും എന്താണ് ചില സാധാരണയായിട്ട് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാരണം, അത് നിങ്ങൾക്ക് മാത്രമുള്ള സംഭവമല്ല, ഇതൊരു എന്താണ് തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ആ ചിന്താഗതി എന്താണ് നമ്മൾ മാറ്റേണ്ടത് ഉണ്ട് എന്നുള്ള ഒരു രീതിയാണ് ഈ ABCD എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ഇവന്റ് ആണ്, B എന്ന് പറയുന്നത് എന്താണ് ബിലി, അതിലൂടെ വന്ന വിശ്വാസങ്ങളാണ്. C എന്ന് പറയുന്നത് എന്താണ്, അതിലെ എന്താണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത്, അവോയ്ഡൻസ് ആണോ, ആ സിറ്റുവേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ അവര് പറയുക എന്താണ്, എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അവര് കളിയാക്കി, അപ്പോ ഞാനതെന്താ മനഃപൂർവ്വം എനിക്ക് അതിന് കഴിവില്ല, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ പിന്നെ കഴിവില്ല എന്നുള്ള പറയാനുള്ള കാരണം. ആ പറയാനുള്ള അപ്പൊ അവര് പറഞ്ഞു എനിക്ക് അങ്ങനെ അവിടെ അബദ്ധം പറ്റി. അപ്പൊ പറഞ്ഞു നിങ്ങൾ എടുത്ത ആദ്യത്തെ അരമണിക്കൂർ നല്ലതായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട്. അത് സാധാരണ പറ്റുന്ന ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം സംഭവിച്ചു പോയിട്ടുള്ള ഒരു ഇൻസിഡന്റ് മാത്രം. അതല്ല നിങ്ങളെ ക്വാളിറ്റിയോ നിങ്ങളുടെ ലെവലിലുള്ള ഒരു അറിവോ അവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയല്ല എന്നുള്ള ഒരു മെത്തേഡിലേക്ക് അവരെ പറഞ്ഞു കൊണ്ടുവരികയാണ് എന്നുള്ളതാണ് ഈ ABC മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? Okay, okay. Yes. Yes. അപ്പോ ഇതില് പ്രധാനമായിട്ട് ഈ ABCD മോഡലിന്റെ ഒരു ഈ ഫ്രെയിം വർക്ക് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് പൂർണ്ണമായിട്ടും പോവാം. പിന്നെ അടുത്ത സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന RBT തെറാപ്പിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് എല്ലാ കൗൺസിലിങ്ങിലും റാപ്പോ ബിൽഡപ്പ്. റാപ്പോ ബിൽഡപ്പ് അതായത് ഇവര് ഒരു ക്ലയന്റിന്റെയും ഒരു തെറാപ്പിസ്റ്റിന്റെയും ഒരു പിന്നെ കൊളാബറേഷൻ ഇല്ലെങ്കിൽ ഈ തെറാപ്പി ഒരിക്കലും നടക്കൂല. കാരണം ഇവര് ഇമോഷൻ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. മറ്റുള്ള തെറാപ്പികൾ CBT തന്നെ നമുക്ക് നോക്കാം. ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉള്ള ഒരാൾ നമ്മളെ മുമ്പിൽ വന്നാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ടെക്നിക്കുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഓരോ ടെക്നിക്കും നമ്മൾ അവരിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, അപ്ലിക്കേഷൻ ലെവലിൽ പോവുകയാണ്. ഇനിയിപ്പോൾ അവർ നമ്മൾ ഒരു കൊളാബറേഷൻ ചെയ്തില്ലെങ്കിൽ പോലും എന്താണ് അവരെ കൂടെയുള്ള ആളുകൾ നമ്മൾ മതി. അവരെ കൂടെ ആളുകളോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിൽ നമുക്ക് എന്താണ് ഇന്റർവെൻഷൻ പ്ലാനുകൾ റെഡിയാക്കാം, ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തുവിടാം. അതേ സമയത്ത് എന്താണ് ഈ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള RBT നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ പോകണമെങ്കിൽ എന്താണ് ഈ ക്ലയന്റിന്റെ പൂർണ്ണ സമ്മതം നമുക്ക് നിർബന്ധമാണ്. അയാൾ നമ്മളോട് സഹകരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു സംഭാഷണം നടത്തിയാൽ മാത്രമേ എന്താണ് നമുക്ക് ഈ ഒരു പിന്നെ എന്താണ് ഈ ഒരു രീതിയിൽ നമുക്ക് അവരെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ഒരു ഡയറക്റ്റീവ് ആയി തെറാപ്പിയാണ്, അല്ലാണ്ട് നമ്മൾ വീട്ടിൽ പോയി ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള തെറാപ്പികളെ പോലെ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കാം. പക്ഷെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മുടെ അയാളെ ക്ലയന്റിന്റെ മുന്നിൽ സംസാരിച്ചിട്ടാണ് നമ്മൾ ഈ തെറാപ്പി ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അവരോട് ഒന്ന് ചെയ്യാൻ നമ്മൾ ജേണൽ ചെയ്തു. കാരണം നമ്മളിപ്പോ ഗ്രൂപ്പുകളിലൊക്കെ ജേണൽ എഴുതുന്നുണ്ടല്ലോ. ഒരു ഗ്രൂപ്പിൽ 20 ദിവസം കഴിഞ്ഞു, 20ാം ദിവസമായിരുന്നു. അപ്പൊ അതിന്റെ അതേപോലെ നമ്മുടെ ഇമോഷനിലുള്ള എത്രത്തോളം വേരിയൻസ് നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സ്വയം ഒരു തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ക്ലയന്റിന്റെ ഒരു ഇമോഷൻ നമ്മുടെ ജേണലിലൂടെ നോക്കി വായിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത് RBTയിലെ നമുക്ക് ഏറ്റവും വലിയ കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ജേണൽ എഴുതിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ജേണൽ നമ്മൾ നിർബന്ധമായിട്ട് എഴുതിപ്പിക്കുകയാണ്. അത് നമ്മൾ ഇന്ന് ദിവസം വീട്ടിലേക്ക് പറഞ്ഞയച്ചു, എന്നിട്ട് രാത്രി വിളിച്ചു കറക്റ്റ് ഇന്ന് വീട്ടിലെത്തി എത്ര സമയത്ത് അവിടെ എത്തും, 5 മണിക്ക് എത്തും, 1 മണിക്ക് 6 മണിക്കൂർ 6 മണി കഴിഞ്ഞ് 7 മണി കഴിഞ്ഞു 8 മണിക്ക് നമ്മൾ വിളിക്കുന്നു, നിങ്ങൾ ജേണൽ എഴുതിയോ? ആ ജേണൽ എഴുതിയതിന്റെ എന്താണ് ജേണൽ എഴുതിയിട്ടുള്ളത്? ഇതാണ് RIBT പറയുന്നത്. നിർബന്ധമായിട്ട് നമ്മൾ അവരെന്താണ്, നമ്മളൊരു കോച്ചാണ്, ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അവിടെ RBTയിൽ. അതേ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളത് ഫോക്കസ് അല്ല, നമ്മൾ അവരെ പുഷ് ചെയ്യുന്നില്ല.
ഇത് ഇവിടെ പുഷ് ചെയ്തിട്ട് അവരുടെ ചിന്താഗതിയിലുള്ള പ്രശ്നങ്ങൾ മാറ്റി റാഷണൽ ആയിട്ടുള്ള ചിന്തകളെ മാറ്റി എന്താണ് റാഷണൽ ബിലീഫ് സിസ്റ്റം നിലവിലുള്ള എന്തൊക്കെയാണ് അവർക്ക് ആഗ്രഹങ്ങളുള്ളത് ആ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ ഒരു ഈ RBT തിയറിയുടെ അല്ല തെറാപ്പിയുടെ പിന്നെ സർ ഈ പിന്നെ ജേണൽ ഒരു എഴുതുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ആ അന്നത്തെ സെഷനെ പറ്റിയുള്ളതാണോ അതോ അവരുടെ പ്രോബ്ലത്തിനെ പറ്റിയുള്ളതാണോ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല ഈ ജേണൽ അന്നത്തെ ഒരു സെഷൻ നമ്മൾ കഴിഞ്ഞു പോകുന്നു കഴിഞ്ഞ് പ്രോബ്ലം എന്തായിക്കോട്ടെ കാരണം ആ ജേണൽ അന്നത്തെ ദിവസത്തിൽ അവരെ ഇമോഷണലി വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സെഷനിൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടി അയാൾക്ക് ഇമോഷണലായി മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അയാളെ പ്രശ്നം ഇപ്പോൾ നിലവിൽ അയാൾക്ക് എന്ത് പ്രശ്നമാണ് ഉള്ളത് വെച്ചാൽ അതുമായിട്ട് അത് ഇമോഷനായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അതാണ് അന്ന് ഈ ജേണൽ എഴുതിപ്പിക്കേണ്ടത്. അത് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇന്നത്തെ സെഷൻ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇന്നത്തെ സെഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങളെ വിചാരത്തിൽ നിങ്ങളെ ഫീലിങ്സിൽ ഇമോഷൻസിലൊക്കെ. അല്ലാണ്ട് നമ്മൾ ഇനിയിപ്പുള്ള ഫ്യൂച്ചറിന്റെ കാര്യമോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സംഭവങ്ങൾ അതല്ല. അന്നത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ കഴിഞ്ഞ ആ സെഷനെ പറ്റി ആ സെഷന് മൂലം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് ഇമോഷനിലൂടെ നിങ്ങൾക്ക് വന്ന ചേഞ്ച് അത് എഴുതിക്കാനാണ് പറയേണ്ടത്. പിന്നെ ഇത് പേർക്ക് മെയിൻ ആയിട്ടുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുള്ള ഹൈപ്പോകോൺഡ്രിയാസ് ആയിരിക്കും. ഹൈപ്പോകോൺഡ്രിയാസ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയും. എനിക്ക് എന്തോ രോഗം ഉണ്ട് എന്നുള്ള ചിന്താഗതി അങ്ങനത്തെ ആളുകൾക്ക് കൂടുതലും പല ആളുകളും നമ്മൾ കാണാറുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് RBT ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഈ സാധനം എന്താണ് പലർക്കും പല വീട്ടിലെ ആൾക്കാർക്ക് എനിക്ക് എന്തോ സൂക്കേട് വരാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തോ പ്രശ്നങ്ങൾ വരാനുണ്ട് മുൻകൂട്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്നിട്ട് അതിനനുസരിച്ച് ടെൻഷൻ അടിക്കുക കരയുക അതുമായിട്ട് ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുക അല്ലെ ഒരു ആങ്സൈറ്റി ലെവലിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. പിന്നെ ഇതില് പിന്നെ ഏറ്റവും ഹലോ നമുക്കൊരു സർ, പറഞ്ഞു പിന്നെ എനിക്ക് സൗന്ദര്യമില്ല എന്തെങ്കിലും കൊള്ളൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, അവരെങ്ങനെ ട്രീറ്റ് ചെയ്യാം? അവരെ ട്രീറ്റ് ചെയ്യാന്ന് അവരെ വെച്ചാൽ പലരും ഇങ്ങനെ മെലിഞ്ഞിട്ട് കളിയാക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് പല പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ഇതിലൂടെ ട്രീറ്റ് ചെയ്യാൻ കഴിയുമോ? പിന്നെ അല്ല അത് അങ്ങനത്തെ ആളുകളെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അവരെ ബോഡി ഷേപ്പും അവരെ സൗന്ദര്യത്തിൽ നമ്മൾ അവരെ പറ്റി എന്താണ് അവരെ ക്യാരക്ടറിനെ പറ്റി നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെ പറ്റി ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം RBT എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കണം. പണ്ട് സൈക്കോ അനാലിറ്റിക് തിയറി ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു വർഷത്തോളം എടുക്കുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊരു 6 മാസം 8 മാസം ഒക്കെ എടുക്കും എന്നാണ് പറയുന്നത്. കാരണം എന്താണ് അവരെ ചിന്താഗതി എന്താണ് അവരെ നിലവിലുള്ള ചിന്താഗതി നമ്മൾ ഇപ്പൊ സൗന്ദര്യമല്ല എന്ന് പറയുന്ന ഒരാള് മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മെലിഞ്ഞ ഒരാളെ വിരൂപിയാണോ എന്തോ ആയിക്കോട്ടെ അപ്പൊ അവരുള്ള എന്താ അവരെ ബോഡി അവരെ സൗന്ദര്യത്തെ അവരെ സ്വഭാവത്തെ എന്താണ് നമ്മൾ പറഞ്ഞിട്ട് അവരെ കഴിവുകളെല്ലാം പറഞ്ഞ് എന്താണ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എൻകറേജ്മെന്റ് ചെയ്തുകൊണ്ട് അവരെ എപ്പോഴാണ് അവരെ ചിന്താഗതി വേരിയേഷൻ വരുന്നത് അവരുടെ ചിന്തയിൽ തെറ്റുണ്ട്, നിങ്ങളുടെ ചിന്തയിൽ തെറ്റുണ്ട് എന്നുള്ളത് ക്ലയന്റിനോട് നമുക്ക് പറയാവോ? ഡയറക്റ്റ് നിങ്ങളുടെ ചിന്താഗതിയിൽ എറർ ഉണ്ട് എന്നുള്ളത് പറയാവോ? അത് പറയണം. സോറി, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോ ഈ RBTയിൽ പ്രധാനമായിട്ട് അവരെ ചിന്താഗതികൾ എത്രത്തോളം തെറ്റുണ്ട് എന്നുള്ളത് അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളെ ചിന്ത തെറ്റാണ് എന്നുള്ളത്. അപ്പോ ഈ ചിന്ത എത്രത്തോളം തെറ്റുണ്ട് അത് എന്താണ് നമ്മൾ എന്താണ് ഈ പറയുന്ന ഓരോ ചോദ്യങ്ങൾ കൂടി നമ്മൾ എന്താണ് അത് ക്ലിയർ ചെയ്ത് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഒരു ലവ് അഫെയർ ആയിട്ടുള്ള ഒരു കേസ് നിങ്ങളെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവര് നിങ്ങളോട് സംസാരിക്കുകയാണ്, പിന്നെ അയാള് എന്നെ പിന്നെ ഒരു RBT ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ ഒരാൾ ക്ലയന്റ് നിങ്ങളെ മുമ്പിൽ വന്നാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് ചോദ്യം അവരോട് ചോദിക്കാം, നിങ്ങൾ അവനെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ അവർ തിരിച്ച് നോർമലായിട്ട് എന്താണ് എനിക്ക് നോ വേണ്ട, എനിക്ക് ഇതിനോട് ഇനിയിപ്പോ അതുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും എനിക്ക് താല്പര്യമില്ല. അപ്പൊ വീണ്ടും നമ്മളെ ചോദ്യം എന്താണ് RBT ഒരു മെത്തേഡ് നമ്മുടെ സോക്രാറ്റിക് ക്വസ്റ്റ്യന്റെ മറ്റൊരു രൂപത്തിൽ. അപ്പൊ നിങ്ങൾ ഇനി ശരിക്കും എപ്പോഴെങ്കിലും നിങ്ങളെ കൺമുമ്പിൽ ഫിസിക്കലി ആയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കണ്ട് മുട്ടിയാൽ നിങ്ങളെ ഇമോഷൻസ് എന്തായിരിക്കും? അപ്പോ അവർ തിരിച്ച് വീണ്ടും ചോദിക്കും, എനിക്ക് ഒരിക്കലും അയാളെ ലൈഫിൽ എന്താണ് കാണാൻ പിന്നെ താല്പര്യമില്ല. അപ്പോ
അപ്പൊ അടുത്ത ചോദ്യം നമ്മൾ എന്താണ് RBTയിലെ ചോദ്യം ചോദിക്കുക, അവരോട് ചോദിക്കുക എന്താണ് നിങ്ങളെ മനസ്സിൽ ഇപ്പോഴും അയാളെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ അവർ ആ സമയത്ത് എന്താ നോർമലായിട്ട് അവർ ചിന്തിക്കും ശരിക്കും അയാളോട് എനിക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. കാരണം അതിന് മുമ്പ് എന്താണ് ഒന്നുകിൽ ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ പോയ, അല്ലെങ്കിൽ അയാൾ വിട്ടുപോയതിനെ കുറിച്ച് പറഞ്ഞതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം എന്തെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ലൈഫിൽ നിങ്ങളെ ഫ്യൂച്ചറിൽ അയാളെ കാണുകയാണെങ്കിൽ അയാളോട് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അയാളോട് എങ്ങനെ പെരുമാറും എന്നുള്ള രീതിയിലേക്ക് അവരെ എന്താണ് ഓരോ സ്റ്റേജിലും നമ്മൾ എന്താണ് പറയണം. അപ്പൊ ആ സമയത്ത് വീണ്ടും അവർ എനിക്കൊരിക്കലും അയാളെ കാണാൻ താല്പര്യമില്ല. ചിലപ്പോൾ ഒന്നുകിൽ അയാൾ എന്താണ് ഒന്നുകിൽ ആ സമയത്ത് ആ പെൺകുട്ടി കരയാൻ തുടങ്ങും, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ എന്ത് ചെയ്യും അത് നെവർ എനിക്കിനി അയാളെ താല്പര്യമില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു ഇത്. കാരണം ഈ പറഞ്ഞ വാക്കാണ് നമുക്ക് വേണ്ടത്. അതിപ്പോ ഒരു കണ്ണുനീരോ ഒരു കരച്ചിലോ അല്ല വേണ്ടത്, പക്ഷെ എനിക്കിനി അയാളെ വേണ്ട, എനിക്ക് എന്റെ ലൈഫ് നോക്കി പോകാൻ എനിക്കറിയാം, എനിക്കിനി വേറൊരു എന്താണ് ഒരു പാർട്ണറെയോ എനിക്ക് വേറൊരു അഫെയർ എനിക്ക് കിട്ടും എന്നുള്ള ചിന്ത. ചിലപ്പോൾ ഇവരെ ചിന്താഗതിയിൽ ചിലപ്പോൾ ഇങ്ങനെ വരാറുണ്ട്. നമ്മൾ ഹൈപ്പോകോൺട്രിയാസ് പറഞ്ഞതുപോലെ തന്നെ ഒരു പെൺകുട്ടി എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്താഗതി ഇവരെ മനസ്സിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടെങ്കിൽ എന്താണ് ആ തോട്ട്സുകൾ നമ്മൾ ആദ്യം കണ്ടെത്തണം. ആ കണ്ടെത്തിയിട്ട് മാത്രമേ ഒരു RABT ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോവാവൂ. കാരണം ഇവർക്ക് തോട്ട്സ് ഉള്ളത് കൊണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടും അവർക്ക് കാര്യം ഉണ്ടാവില്ല. അതിന് എന്താണ് ഈ പറഞ്ഞതുപോലെ അവരുമായിട്ട് നല്ലൊരു കൊളാബറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കുക. പിന്നെ ഡയറക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുക. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് RBT ആണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിൽ പോവുകയാണെങ്കിൽ എന്താണ് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ചോദിക്കുക. CBTയിൽ എന്താണ് പറയുക, നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടിട്ട് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കുക എന്നുള്ളത്. പക്ഷെ എന്താണ് ഇവർ ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനർ ആയിട്ട് അങ്ങോട്ട് തിരിച്ച് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഓക്കെ അല്ലേ? ഇതാണ് ഏകദേശം നമ്മുടെ ഒരു RABT തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, നമുക്ക് ഇതൊരു എന്താണ് 1 മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞു തീരൂല. ഞാനൊരു ചെറിയൊരു ബ്രീഫ് ആയിട്ടൊരു സംഭവം ഉണ്ടാക്കി വന്ന് അത് പറഞ്ഞു. ഞാൻ PDF വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നമുക്കിത് ഇവർക്ക് ഇങ്ങനത്തെ ആളുകൾ അവസാനമായി നമുക്ക് ഇവരെ വാല്യൂസും ഗോൾസും എന്തൊക്കെയാണ്, സെൽഫ് ഇൻട്രസ്റ്റ്, കാരണം സ്വയം ഒരു എന്താണ് ഇവരെ ചിന്താഗതിയെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ സ്വയം ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നേരത്തെ ഈ ബോഡീന്റെ ഒരാൾ പറഞ്ഞില്ലേ എനിക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ സോഷ്യൽ ഇൻട്രസ്റ്റ് പറഞ്ഞ് എന്താണ് മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അക്സെപ്റ്റൻസ്, അവർ അംഗീകാരം അവർക്ക് എപ്പോഴും അംഗീകാരം നേടണമെന്നുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ അവർക്കത് തൽക്കാലത്തേക്ക് അവർക്ക് അംഗീകാരം കൊടുക്കുക. പിന്നെ കമ്മിറ്റ്മെന്റ്, ഫ്ലെക്സിബിലിറ്റി, ഇതിനൊക്കെ നമ്മൾ സാഹചര്യങ്ങൾ കൊടുക്കുക. പിന്നെ റിസ്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഹൈ റിസ്ക് ആയിട്ടുള്ള ചെറിയ റിസ്ക് ആയിട്ടുള്ളത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കുട്ടികൾക്ക് ആണെങ്കിൽ ചെറിയ വീട്ടിലൊക്കെ പ്രശ്നങ്ങളോ അല്ലെ എന്തെങ്കിലും ഇതൊക്കെ അവരെ സോൾവ് ചെയ്യാനുള്ള ഇതായി കൊടുക്കുക. പിന്നെ റിയാലിറ്റിക് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഈ റിയലായി ഇത്ര നമ്മൾ ഒരുപാട് നേരത്തെ നമ്മൾ പറഞ്ഞില്ല, എക്സ്പെക്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ ഇത്ര മാത്രമേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, അല്ലെ ഇത്ര മാത്രമേ അവരുടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടൂ, ഇത്ര മാത്രം സ്നേഹം അവർക്ക് കിട്ടൂ, അല്ലെങ്കിൽ നിങ്ങളെ ജോലി ഇത്ര പ്രൊമോഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവൂ എന്നുള്ള ഒരു റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. കാരണം അതിന് കിട്ടാത്ത ഒരു സാധനത്തിന് വേണ്ടി അവർ ടെൻഷൻ അടിക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രയും അത് കിട്ടൂ അതുള്ളത് നമ്മൾ പൂർണ്ണമായി പറയാനുള്ള ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് അത് കഴിയാം. പിന്നെ ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി, സ്വന്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കാര്യങ്ങൾ അവർക്ക് കഴിയും. പിന്നെ ഒരു തെറാപ്യൂട്ടിക് അലയൻസ് എന്ന ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഈ പറഞ്ഞ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. എന്താണ് അവർക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ പൂർണ്ണമായിട്ട് അവയർനെസ് അതിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് തെറ്റായിട്ടുള്ള ചിന്തകളും തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളും ഒക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. പിന്നെ ഗോൾ സെറ്റിങ്സ് പ്രധാനമായിട്ടും ഒന്ന് പറയുന്നത് ജേണൽ തന്നെയാണ് മെയിനായിട്ട്. പിന്നെ പിന്നെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ടെൻഷനും ഡിപ്രസീവ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ ആക്ടിവിറ്റീസ് CBT കൊടുക്കുന്നത് പോലെ തന്നെ ചെറിയ ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാം. പിന്നെ ഈ ABC അസസ്മെന്റ്, നമ്മൾ പറഞ്ഞ ABCD മോഡൽ
അത് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ഇന്റർവെൻഷൻ ചെയ്യുന്നത്, അത് തുടക്കം മുതൽ ലാസ്റ്റ് ഈ വരെ എഫക്റ്റ് വരെ നമുക്ക് കിട്ടണം. എന്നിട്ട് മാത്രമേ എന്താണ് ഒരു ക്ലയന്റിനെ ഒരു RBT ആപ്ലിക്കേഷൻ മോഡൽ കാരണം എല്ലാത്തിനും ഇത് RBT പറ്റില്ല. സിമ്പിൾ ആയിട്ടുള്ള സാധാരണക്കാർക്ക് നമുക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷനോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാവും. ഉപദേശം മാത്രം കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം ഒരു കൊടുക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു CBTന്റെ ഒരു മോഡൽ. അതായത് ഒരു ഒരു ഇവന്റിൽ നിന്നും ഒരു സംഭവം ഉണ്ടാവുന്നു, ആ സംഭവത്തിന് ശേഷം ഒരു വിശ്വാസം ഉണ്ടാവുന്നു, അതിൽ നിന്ന് എന്താണ് ഒരു സംഭവം ഒരു കോൺസിക്വൻസ് ഉണ്ടാവും. കോൺസിക്വൻസ് മീൻസ് അവോയ്ഡൻസ്, എന്താണ് അയാൾ അവിടെ ചെയ്തിട്ടുള്ളത്, അത് നേരെ എന്താണ് പിന്നെ ഡിയിലേക്ക് വരുന്നു, നമ്മളത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നു, അവിടെ അയാളെ ചലഞ്ച് ചെയ്യാണ്, അയാൾക്ക് നടന്ന സംഭവത്തെ ആ ചലഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല, നിങ്ങൾ അതിനുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് കൂടുതലുണ്ട്. അത് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിന് ഇത്രയും വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള അയാളെ വിശ്വാസങ്ങളെയും ഒക്കെ ഒന്ന് തകർത്തിട്ട് തെറ്റായിട്ടുള്ളതൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് പിന്നെ ശരിയായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇഫക്റ്റ് പറയുന്നത്. ഇതൊക്കെ സെയിം തന്നെയാണ്. അതിന്റെ ഒരു CBTയിലെ മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ RBTന്റെ ഒരു മോഡലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് നടത്തുന്നുണ്ടോ? എങ്ങനെയാ? ഡീറ്റെയിൽസ് ആയിട്ടുള്ള കോഴ്സ് ഇപ്പോ നിലവില് ഞാൻ ചോദിച്ചിട്ട് നമ്മളെ ഇവിടെ ചോദിക്കേണ്ടി വരും, വിംബിൾ അക്കാദമിയോട് ചോദിക്കേണ്ടി വരും. അവരാണ് കോഴ്സ് നടത്തുന്നത്. ഫൈസൽ സാറുമായിട്ട് സംസാരിച്ച് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും. എന്തായാലും നിങ്ങളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. സാറേ ഞാൻ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് പറ്റുക അറിയോ? എങ്ങനെ ഏതൊക്കെ അസുഖങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം RBT? മെയിൻ ആയിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പെട്ട ഈ ബോർഡർ ലൈനിലൊക്കെയാണ് കാര്യമായിട്ട് കൊടുക്കുന്നത്. ബോർഡർ ലൈനിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ അതിൽ പറ്റും. മറ്റുള്ള ഈ പേഴ്സണാലിറ്റി ഡിസോർഡർക്ക് പറ്റും. പിന്നെ നമുക്ക് കൊടുക്കാം, എന്നാൽ പോലും അത് അത്ര സക്സസീവ് ആയിക്കൊള്ളണമെന്നില്ല. കൂടുതലായിട്ട് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ തന്നെയാണ്. ഈ സൈക്കോസൊമാറ്റിക് പെയിനുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? അതും ചാൻസ് ഉണ്ട്, നമുക്ക് അതും അപ്ലിക്ക് കൊടുക്കാം. ഈ 10ാം ക്ലാസ്സിലെ RBT ക്ലാസ് ഈ മാസം 10ാം തീയതി. അതല്ല, അത് DBTയും പിന്നെ ഫാമിലി തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും. അപ്പൊ വരുന്ന ആഴ്ച നമ്മളൊരു 3 ദിവസത്തെ കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് തുടങ്ങും. അതിൽ RBT ഇല്ല, അത് DBT, ബിഹേവിയർ തെറാപ്പി ആൻഡ് ഫാമിലി തെറാപ്പി. അത് ഒരു നല്ലൊരു കോഴ്സാണ്. പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ അതിന്റെ പോസ്റ്ററും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഫീസ് ഉണ്ടോ സാർ ഇതിന്? അതിന് നമ്മുടെ സ്ഥിരമായിട്ട് കോഴ്സ് പങ്കെടുക്കുന്നവർക്കാണ് 400 രൂപയാന്ന് തോന്നുന്നു. അല്ലാതെ പുതിയ ന്യൂ ജോയിനർക്കാണ് 500. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യോ? യെസ്, നമ്മൾ വിംബിൾ അക്കാദമിയുടെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. അക്കാദമിയുടെ സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ അത് വാലിഡ് ആവും എല്ലായിടത്തും? അത് നിങ്ങളൊരു ട്രെയിനർ എന്ന നിലയിൽ നമുക്ക് പോവാം. അക്കാദമിക് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. RBTക്കൊക്കെ പ്രാക്ടിക്കൽ ഇല്ലാതെ ഓൺലൈനിൽ ചെയ്താൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആവുമോ? ആണോ? ഓൺലൈനിൽ ചെയ്താൽ എങ്ങനെ നിങ്ങൾ ഓൺലൈൻ പ്രാക്ടിക്കൽ ചെയ്യാനോ അല്ലെ ക്ലാസ് ആണോ ചെയ്യുന്നത്, അല്ലെ പ്രാക്ടിക്കൽ ആയിട്ടോ? അല്ല, നിങ്ങൾ ഈ കോഴ്സ് കൊടുക്കുന്നതൊക്കെ ഓൺലൈനിലല്ലേ? അപ്പൊ അത് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടില്ലല്ലോ ഓൺലൈനിലാവുമ്പോ. നമ്മൾ ആ പ്രാക്ടിക്കൽ ലെവലിലാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. ആ രീതിയിൽ കേസ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിലവിലുള്ള നമ്മുടെ കയ്യിലുള്ള കേസുകൾ അവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിൽ മുമ്പ് പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട് ഇതിൽ.
അവരോടൊക്കെ ഓ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ ലെവൽ. നമ്മൾ പ്രാക്ടിക്കൽ ലെവൽ തന്നെയാ പോണത്. ഓക്കെ കാരണം എന്തെങ്കിലും നമ്മൾ വെറുതെ ഫീസ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുക നല്ലതല്ല. എന്താ നമുക്ക് കൊടുക്കുന്നതിന് നമ്മൾ എന്താണ് അതിന്റെ ഒരു കാര്യം പഠിച്ചിട്ട് എന്താണ് നമ്മൾ നാളെ ഡയറക്റ്റ് ആയിട്ട് ക്ലയന്റിന് മുമ്പിൽ അത് ആപ്ലിക്കേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് അതെ കഴിയണം. അതെ അതെ. ഇപ്പൊ തിയറി ഇപ്പൊ നമുക്ക് എവിടെ നിന്നും വായിച്ചെടുക്കാമല്ലോ, കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അതെ ചോദിച്ചത്. അതെ, തിയറി നമുക്ക് എവിടെ നിന്നും വായിക്കാം, നെറ്റിലും ആ പിന്നെ അതെ യൂട്യൂബിലൊക്കെ കിട്ടുമല്ലോ. പക്ഷെ അതെ നമ്മൾ അതെ. എന്താണ് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വേറൊരു ഇത് തന്നെയാണ്. ഓക്കെ ഹായ് സാറേ സാർ, ഒരു ഞാൻ കാര്യം ജാസ്മിനാണ്. പറഞ്ഞു. നമ്മുടെ വിംബിൾ അക്കാഡമിയിലെ പല കോഴ്സുകളും വളരെ റേറ്റ് കുറവുമാണ്, അതുപോലെ തന്നെ എഫക്റ്റീവുമാണ്. ഞാൻ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കമ്പനികളിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വിംബിൾ അക്കാഡമിയിൽ എത്തിയപ്പോഴാണ് ശരിക്കും എനിക്കൊരു അഡ്രസ്സ് പോലും ഉണ്ടായത്. എൻ്റെ പേരിന്റെ കൂടെ ഒരു കോച്ച് എന്നുള്ള ഒരു നിലയിൽ എത്തിയത് വിംബിൾ അക്കാഡമിയുടെ സാറിന്റെ കോഴ്സ് എടുത്ത് ചെയ്തതിന് ശേഷമാണ്. നിസാം സാറിന്റെ കോഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഫീഡ്ബാക്ക് ഒക്കെ വളരെ അമേസിങ് ഫീഡ്ബാക്കുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ആ വിംബിൾ അക്കാഡമിയുടെ തന്നെ ക്ലബിൽ അത് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നേരിട്ടും അല്ലാതെയൊക്കെ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അതിലേക്ക് തന്നെ നേരിട്ട് അയക്കുന്നുണ്ട്, അല്ലാതെ അയക്കുന്ന ഫീഡ്ബാക്കുകൾ നമുക്ക് ആ ക്ലബിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സാറിന്റെ കോഴ്സുകൾ അത്രത്തോളം യുണീക്ക് ആണ് എന്നുള്ളത്. മാത്രമല്ല അത് വിംബിൾ അക്കാഡമിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ട്രെയിനർ കോഴ്സ് കഴിഞ്ഞാൽ തന്നെയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നില്ല, സർട്ടിഫിക്കറ്റ് തന്ന് പറഞ്ഞു വിടുന്നില്ല. നമ്മളെ ക്ലബിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ തന്നെ നമുക്ക് ക്ലാസ്സുകൾ തരികയാണ്. അത് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഒരുപാട് കോഴ്സുകൾ ചെയ്തതിന്റെ എക്സ്പീരിയൻസിൽ പറയാണ്, വിംബിൾ അക്കാഡമിയിൽ വന്നപ്പോൾ നമുക്ക് അവിടെ പഠിപ്പിച്ചതിന് ശേഷം നമ്മളെ അവർ ചേർത്ത് പിടിക്കുകയാണ് ശരിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് തുടങ്ങണമെങ്കിൽ അതിനുള്ള നമുക്ക് അതിനുള്ള അഡ്വൈസ് തരും. അതുപോലെ നമുക്ക് അവരുടെ കൂടെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ അതിനും അവർ നമ്മളെ ചേർത്ത് നിർത്തും. ഇതുപോലൊരു അക്കാഡമിയും ഇതുപോലെയുള്ള അധ്യാപകന്മാരെയും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ജാസ്മിന്റെ കയ്യില് നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്കോ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ കയ്യില്? എന്നുണ്ടെങ്കിൽ നമ്മളെ ചാറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയാൽ. ഏത് വിംബിൾ ക്ലബിന്റെ നമ്മുടെ ഹബിന്റെ ആണോ? ഹബിന്റെ വിംബിൾ മെയിൻ ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ നമ്മുടെ നോക്കട്ടെ. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ അത് മതി. അല്ല ഫൈസൽ സാറിന്റെ നമ്പർ ഒന്ന് ഫൈസൽ സാറിന്റെ നമ്പർ ഇതിലേക്ക് ഇട്ടേക്കാം. സാറേ ഒരു സംശയം ചോദിക്കട്ടെ? പറഞ്ഞോളൂ മേ. ഈ RBT കുറച്ച് മുതിർന്നവർക്കല്ലേ കൊടുത്ത കാര്യമുള്ളൂ? മുതിർന്നവർക്കല്ല, നമുക്ക് കുട്ടികളിൽ മുതലേ കൊടുക്കാം. അങ്ങനത്തെ കണക്കൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്ക് എന്താണ് നമുക്ക് ഉപദേശമായിട്ടോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ടോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോ പറഞ്ഞു. സാറിപ്പോ പറഞ്ഞ RBTയും CBTയും തമ്മിൽ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയല്ലേ? അതെ, ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷെ CBT നമ്മൾ എന്താണ് ഒരുപാട് തോട്ട്സ് ഇല്ലേ, മുമ്പ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് സ്കീമുകൾ പോകുന്ന അന്വേഷിക്കുന്നു. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ടും അവസാനത്ത് കറക്റ്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ മാത്രം ഫോക്കസ് ചെയ്ത്, ഇമോഷൻസ് ആണ്. അതായത് ഒരു ചുറ്റുപാടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കാരണം അയാളുടെ സ്വഭാവത്തിലൂടെ വന്ന ആ ഇമോഷൻ മാത്രം നമ്മൾ എന്താണ് മാറ്റി കൊടുക്കുക എന്നുള്ളത്. ആ മാറ്റിയാൽ എന്താണ് അയാൾക്ക് സുഖമായി നല്ലോണം ജീവിക്കുക എന്നാണ് ഈ RBT തിയറി തെറാപ്പി പറയുന്നത്. സാറേ ഒരു പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ABCD മോഡൽ എന്ന് പറഞ്ഞത് പ്രോബ്ലം ആണോ നമ്മൾ സൊല്യൂഷൻ ആണോ? ബേസിക് ഇമോഷൻസ് ഇല്ലേ? അത് പ്രോബ്ലം അല്ല, നമ്മൾ മാറ്റുക എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം കണ്ടെത്താനുള്ള ഫ്രെയിംവർക്ക് ആണ്. ആ രീതിയിലേ നമുക്ക് പോകണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നല്ല സൊല്യൂഷനും അങ്ങനെ തന്നെയാണോ വരുന്നത്? ആ എമോഷനെ മാറ്റി അതെ, പിടിക്കുകയാണോ? നമ്മൾ മാറ്റി പിടിക്കുകയാണ്. ഉള്ള നിലവിലുള്ള എന്താണ് ആ ഇമോഷനെ നമ്മൾ എന്താണ് മാറ്റി പിടിച്ച് അവസാനത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് അയാൾ കറക്റ്റ് ഇമോഷൻ, എന്താണ് അയാളെ തോട്ട്സ് കിടക്കുന്നത്, അതെന്താണ് നമ്മൾ ഓപ്പോസിറ്റ് പറഞ്ഞു കൊടുക്കുക. അയാൾ അത് തെറ്റാ, നിങ്ങളെ ചിന്താഗതി തെറ്റാണ് തന്നെ പറഞ്ഞു കൊടുക്കുക നമ്മൾ. ഓക്കെ ഓക്കെ സാർ. ഇമോഷണൽ റീസണിങ്ങിലൂടെ അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ അയാളെ തിരുത്തി കൊടുക്കുക, അതല്ല തെറ്റാണ് എന്നുള്ള രീതിയിൽ. അതെ അതെ അതെ.
ഫൈസൽ സാറിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ വിൻഡർ ഹബിന്റെ നമ്പർ വേണേൽ ഞാൻ ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. പരമാവധി നമ്മളെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ ചെയ്യുക. ഇതുപോലെ എല്ലാ ആഴ്ചകളും എന്താണ് വെള്ളിയാഴ്ചകളും ഫ്രീ വെബിനാർ നടക്കാറുണ്ട്. വെള്ളിയാഴ്ച അല്ല, മറ്റുള്ള ദിവസങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ 2-3 വേറെ സൈക്കോളജിസ്റ്റ് കൂടുതലുണ്ട്. എവിയ തെറാപ്പി, അതുപോലെ തെറാപ്പികളൊക്കെ പറഞ്ഞ വർഷ, അതേപോലെ തന്നെ അഫ്ര എന്ന അവരൊക്കെ നടത്തുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫീ കൊടുത്ത് തന്നെ പഠിക്കണമെന്നില്ല, ഫ്രീ ആയിട്ട് ഒരുപാട് കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്ത് അത്യാവശ്യം നോളജ് നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകാനും എന്താണ് നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന കേസുകളിലൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും. സാർ RBT IBT എന്നൊക്കെ പറയുന്നതും ഇതും തമ്മില് IBT എന്ന് പറയുന്നത് വേറെയാണ്, RBT എന്ന് പറയുന്നത് വേറെ. രണ്ടും രണ്ട് രീതിയിലാണ്. അത് IBT എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് വന്നാൽ RBT എന്താണ്, ഒരു ഉപദേശം എന്നുള്ള രീതിയിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. പറഞ്ഞു. നമ്മളിപ്പോ ഏത് തെറാപ്പി കൊടുക്കുകയാണെങ്കിലും നമുക്ക് വരുന്ന ക്ലയന്റ് നമ്മളോട് സഹകരിക്കണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം അവരോട്ട് റാപ്പോ ബിൽഡ് ചെയ്യണം ഫസ്റ്റ്. അപ്പൊ അതിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? റാപ്പോ ബിൽഡപ്പിന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? ഏറ്റവും സിമ്പിൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു കൗൺസിലിംഗ് സ്കില്ലിന്റെ ഒരു ക്ലാസ് നടത്തിയിരുന്നു, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ റാപ്പോ ബിൽഡപ്പ് ചെയ്യുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട്, അപ്പോൾ നമ്മളെ മുമ്പിൽ ആദ്യമായിട്ട് ഒരു ക്ലയന്റ് വരുന്ന സമയത്ത്, ഞാനിപ്പോൾ പുറത്താണല്ലോ, അബുദാബിയിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അധികം ഓൺലൈനിലാണ് കേസുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫിസിക്കലി ആയിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, അല്ലാത്ത സമയത്ത് എന്താണ്, ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം എന്താണ്, പിന്നെ ഒന്നുകിൽ നമ്മൾ അവരെ ഒന്ന് വെൽക്കം ചെയ്യാം. ഇനി ക്ലിനിക്കിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഒന്ന് വെൽക്കം ചെയ്യാം, പിന്നെ സാർ മാഡം എന്നൊക്കെ ഒന്ന് വിളിക്കുക, അവരെ ഒന്ന് ഇതാക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് നിങ്ങളെ പേരൊന്നും ചോദിക്കരുത് തുടക്കത്തിന്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്, എങ്ങനെയുണ്ട്, പിന്നെ എത്രത്തോളം സഞ്ചരിച്ചു, അങ്ങനെ ഒരു രീതിയിൽ, ആ രീതി നാടൻ വർത്താനല്ലേ. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ ചോദിക്കാറില്ല നിങ്ങളെ പേര് നാട് ഒക്കെ ചോദിക്കാറില്ലേ, അങ്ങനൊക്കെ ചോദിക്കും. ഒരിക്കലും പ്രശ്നത്തിലേക്ക് എന്താണ് ഒരിക്കലും നമ്മൾ ആദ്യം പോരും. എന്താണ് അവരെ ഇപ്പൊ നിലവിലുള്ള എന്താണ് ഒരു സ്റ്റേജ്, ചിലപ്പോൾ ഭയങ്കര ടെൻഷനാക്കി എങ്ങനെ ഞാൻ ഈ ആളോട് തുറന്നു പറയും, എങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും, എന്റെ പ്രശ്നത്തിലേക്ക് എങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് ഇടപഴകുക എന്നുള്ള ഒരു ചിന്താഗതിയായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ എന്താണ് ആ ചിന്താഗതിയൊക്കെ ചെറിയൊരു ആങ്സൈറ്റി ലെവൽ ലേശം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഭക്ഷണം കഴിച്ചോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, കൂടെ ആരാ വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് എന്താണ് അത് നോർമലായിട്ട് ചോദിക്കും. അപ്പൊ എന്താണ് അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് അപ്പൊ അയാൾ സംസാരിച്ചു തുടങ്ങും. അപ്പൊ സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം എന്താണ് പിന്നെ നമ്മൾ അടുത്ത ചോദ്യങ്ങൾ ഏകദേശം നമുക്ക് ഈ കാര്യങ്ങൾ അയാൾ ഓപ്പൺ അപ്പ് ആയി കണ്ടാൽ എന്താണ് നിങ്ങളെ പ്രയാസങ്ങൾ എന്ന് ചോദിക്കും. പ്രശ്നം എന്ന് ചോദിക്കരുത്. പ്രശ്നം എന്നുള്ള ചോദിച്ചാൽ എന്താണ് പ്രശ്നവും പ്രയാസവും രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ നമ്മൾ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഞാനൊരു വലിയ പ്രശ്നക്കാരിയാണ് അല്ലെ പ്രശ്നക്കാരനാന്നുള്ള ചിന്താഗതി ഇയാൾക്കും ഉണ്ട്. അപ്പൊ എന്താണ് അപ്പൊ എന്റെ പ്രശ്നമൊന്നും ഇവിടെ നിന്നൊന്നും സോൾവ് ആവൂല എന്നുള്ള ഒരു രീതി ഉണ്ട്. അതപ്പോ നമ്മൾ നേരെ തിരിച്ചെന്താ നിങ്ങളെ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് അയാളെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് ഇയാളോട് പറയാൻ പറ്റിയ സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയാസവും പ്രശ്നവും തമ്മിലുള്ള ഒരു വേർതിരിവ് അവിടെ കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് അവർക്ക് എന്താണ് വന്ന സമയത്ത് എന്താണ് അവരെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതായത് അവരെ ബോഡി ലാംഗ്വേജ് ഒന്ന് ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കാം. കാരണം എന്താണ് അവർക്ക് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ ചിലപ്പോൾ പുറത്തുനിന്ന് വെള്ളം കുടിച്ചവരൊക്കെ ആയിരിക്കാം. അറ്റ്ലീസ്റ്റ് എന്താണ് നമുക്ക് അവര് നമ്മളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം, അതാണ് നമ്മുടെ ക്ലിനിക്കിന്റെ ഉള്ളിൽ കുറച്ച് വെള്ളം എപ്പോഴും വെക്കണം എന്ന് പറയുന്നത്. കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക. പിന്നെ അവർക്ക് എന്താണ് അവരൊന്ന് നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ ഒരു കസേര, നമ്മളിരിക്കുക ഏത് കസേരയിലായിരിക്കുന്നത് അതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് അവർക്കും അതേപോലെ ഒരു ചെയർ ഇട്ട് കൊടുക്കുക. കാരണം എന്താണ് അവരൊരു ഈക്വൽസ് അതിന് വേണ്ടി. കാരണം നമ്മൾ വലിയൊരു ക്ലിനിക് പിന്നെ സൈക്കോളജിസ്റ്റ് ആണ് കൺസൾട്ടന്റ് പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവും, ഒരു പറയുന്ന ഒരു പരിധി ഉണ്ടാവും. പക്ഷെ അവരിൽ ഒരാളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരൊറ്റ സെഷന് തന്നെ എല്ലാം പറഞ്ഞു തീരും.
അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം നമ്മളെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവിടെ വളർത്തേണ്ടത്. അല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഏതും കേട്ടാൽ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയും. പക്ഷെങ്കിൽ എന്താണ്, അവർക്ക് മനഃശാന്തി മനസ്സംതൃപ്തി എന്നൊക്കെ പറയാറില്ല. അത് കിട്ടിയിട്ട് അവർ നമ്മളെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകണം. എന്താണ്, നമ്മുടെ സംസാരം അത്രയും കാമായിരിക്കണം, ക്വയറ്റ് ആയിരിക്കണം. ഓരോ ചോദ്യങ്ങൾക്കും CBTയിലെ നമ്മൾ സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടില്ലേ? ആ ക്വസ്റ്റ്യൻസ് എന്താണ്, അത് മാത്രം ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു റാപ്പോ ബിൽഡപ്പ് ഉണ്ടായിരിക്കാം. നിങ്ങൾ എവിടെ നിന്നാണ്, നമ്മൾ ചോദ്യത്തിന് ഒരു താഴ്മ ഉണ്ടായിരിക്കണം. നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ്, നിങ്ങൾ എവിടെയാണ് ജോലി, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ്, ബസ്സിലാണോ വന്നത്, എന്തെങ്കിലും വണ്ടിയിലാണോ വന്നിട്ടുള്ളത്, നിങ്ങളെ കൂടെ ആരൊക്കെയാ വന്നത്, അതൊക്കെ നമുക്ക് ചോദിക്കാം. ഇതൊക്കെ ഒരു റാപ്പോ ബിൽഡപ്പിന്റെ ഒരു ഇതാണ്. പിന്നെ അവരുമായിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ജെൻഡർ നോക്കിക്കഴിയുകയാണെങ്കിൽ വളരെ കരച്ചിലാണെങ്കിൽ നമുക്ക് എന്താണ്, അവർ രണ്ട് കൈ ഒന്ന് പിടിക്കാം, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഓളെ തോളിലൊന്ന് തടവി കൊടുക്കാം. ഇതൊക്കെ ഒരു റാപ്പോ ബിൽഡപ്പിന്റെ ഒരു പറഞ്ഞ രീതിയിൽപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ സർ, താങ്ക് യു. സർ ഒരു ഡൗട്ട്. ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞില്ല, നമ്മളിപ്പം വില്ലിംഗ് ആയിട്ട് കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ഇപ്പൊ ഒരു പാരന്റ് ഒരു കുട്ടീനെ കൗൺസിലിങ്ങിനാണ് കൊണ്ടുവരുന്നത് എന്ന് പോലും പറയാതെ കൊണ്ടുവന്ന കേസ് ഉണ്ടാവില്ല. അപ്പൊ അതെങ്ങനെ നമ്മൾ അവരുമായിട്ടൊരു റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? പാരന്റുമായിട്ടാണോ കുട്ടിയായിട്ടാണോ? ഓ പാരന്റ് കൊണ്ടുവരാണ് ഒരു 10th-ലോ 11th-ലോ പഠിക്കുന്ന ഒരു കുട്ടിയെ. അറിയില്ല കുട്ടി ഇഷ്യൂസ് എന്താണെന്നോ, കുട്ടിക്ക് എങ്ങനെ ഇഷ്യൂ ഉണ്ടെന്നോ, കുട്ടീൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ കുട്ടിയായിട്ട് ഒരു റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോ ഇത് അവിടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ കുട്ടി നിങ്ങളെ മുമ്പിൽ വന്ന് കുട്ടീനെ ശ്രദ്ധിക്കുകയേ വേണ്ട. നിങ്ങൾ രക്ഷിതാവ് പാരന്റ് ആരെന്ന് അവരുമായിട്ട് ഒരു 1 മണിക്കൂറോ 3/4 മണിക്കൂറോ സംസാരിക്കാം. എന്നിട്ട് ചോദിക്കാം, അവസാനം നമുക്ക് പാരന്റിനോട് ചോദിക്കാം, ഈ കുട്ടിക്ക് ഈ സ്വഭാവം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? അത് ആ സ്വഭാവം ആ കുട്ടിക്ക് കറക്റ്റ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ്, പിന്നെയാണ് നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കേണ്ടത്. ആ കുട്ടിക്ക് എന്താണ് ഈ ബിഹേവിയർ ഇഷ്യൂസുമായിട്ട് വന്ന കുട്ടിക്ക് എന്താണ്, മുമ്പ് ഇങ്ങനെ ആയിരുന്നു, നല്ല രീതിയിൽ കുട്ടി പഠിച്ചു, പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ ചോദിച്ച് എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആ കുട്ടിക്കോട് പറയേണ്ടത്. അതിനുശേഷമാണ് ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്താണ്, കുട്ടിന്റെ സംഘടനകൾ എന്താണ് ഇവിടെ പാരന്റിൽ നിന്ന് കിട്ടുന്നത്, എവിടെയാണുള്ള പ്രശ്നം, കുട്ടി ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങും. ആ എന്താണ് ഒരു ബിഹേവിയർ തെറാപ്പിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ ആ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം കുട്ടീനെ ഇരുത്തി തന്നെ നമുക്ക് അങ്ങനെ സംസാരിക്കാം. അല്ല, കുട്ടിയെ ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് മാറ്റി നിർത്താം. അമ്മയുമായിട്ട് അച്ഛനുമായിട്ട് സംസാരിക്കുന്നവർ കുട്ടിക്ക് ഒന്ന് വേറെ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിംസോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടിയെ അതിലേക്ക് ആക്കിയിട്ടൊന്ന് മാറ്റി നിർത്തി സംസാരിക്കാം. ബെറ്റർ അതാണ്. എന്നാൽ മാത്രമേ കുട്ടീന്റെ മുമ്പത്തെ സ്വഭാവം അതിന് ശേഷമുള്ള കാരണം എന്താണ്, കുട്ടീനെ ആയിട്ട് വരുന്ന സമയത്ത് പാരന്റ് എന്താ പറയാ, ആദ്യം പറയാം, ഇവളൊരു അക്ഷരം പഠിക്കൂല, പറഞ്ഞാൽ കേൾക്കൂല, പിന്നെ ഒരു അനുസരണയില്ല, ഭയങ്കര വൃത്തി, പിന്നെ എന്താണ് എല്ലാത്തിനും ഒരു അച്ചടക്കമില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന പാരന്റ് ആയിരിക്കും കുട്ടീന്റെ മുമ്പിൽ. അന്നെന്താണ്, ആ കുട്ടീനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പാരന്റുമായിട്ട് സംസാരിക്കും. ഓക്കെ സർ, ഓക്കെ സർ, താങ്ക് യു. എന്തെങ്കിലും ഇതുമായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. ഗുഡ് ഈവനിങ് സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സാർ, എനിക്ക് ഇന്നലെ ഒരു ക്ലയന്റ് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കോൺഫിഡൻസ് തീർത്ത് കുറവാണ്. അപ്പോൾ പുള്ളിക്കാരനൊരു ഷൂട്ടിങ്ങിന്റെ ചാമ്പ്യനാണ്. അപ്പോൾ മൺഡേ ഒരു വലിയൊരു ടെസ്റ്റ് നടക്കുന്നുണ്ട്. അതിനകത്ത് പുള്ളിക്ക് പാസ്സാണ്, പക്ഷെ കോൺഫിഡൻസ് ലെവൽ തീർത്ത് കുറവാണ്. എപ്പോഴും മനസ്സിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടാണ് വരുന്നത്, തോറ്റുപോകുന്ന. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ടെസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ വരുമ്പോൾ പുള്ളിക്കാരന് ഒട്ടും അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ നമുക്ക് ദിവസം വളരെ കുറവാണ്, തിങ്കളാഴ്ചയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്, മത്സരം നടക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ നേരിടാൻ പറ്റും? നമുക്ക് ദിവസങ്ങളില്ലല്ലോ.
അപ്പോ ഈ ഇങ്ങനത്തെ അവസരങ്ങളിൽ ചിലപ്പോൾ അയാൾക്ക് വരാനുള്ള കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ വീട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഇഷ്യൂ ഒരു ആങ്സൈറ്റി ഉള്ളത് കൊണ്ടാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ആ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് എന്താണ്, എന്തെങ്കിലും ഒരു ചെറിയ ടെൻഷൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വന്നാൽ നമ്മളെ കറന്റ്ലി പ്രസന്റിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആരുമായിട്ട് സംസാരിക്കുക, ആ സമയത്ത് നമുക്ക് ആ സ്ട്രെസ് ലെവൽ കൂടാനുള്ള സാധ്യത കൂടും. ആ. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, ഒന്നോ രണ്ടോ ദിവസം മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഇൻസിഡൻസ് എന്തെങ്കിലും സംഭവിച്ചു, ടെൻഷനോ കാര്യങ്ങളോ വീട്ടിൽ അപ്പൊ എന്തെങ്കിലും ഞാൻ ചോദിച്ചപ്പോ ആ എന്നോട് പറഞ്ഞത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജിൽ ഒരു അടിപിടി ഉണ്ടായി. അപ്പൊ ആ സമയം തൊട്ട് പുള്ളിക്കാരന് മാനസികമായിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കോളേജ് അതിനുശേഷം PG ചെയ്തില്ല. ആ സമയത്ത് ഉണ്ടായ ഒരു എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും കുറ്റപ്പെടുത്തിയ ആ ഒരു വിഷമം ഉള്ളിൽ കിടക്കുന്നതാണെന്നാണ് എന്നോട് പറയുന്നത്. അപ്പം ആ സ്കീം ചിലപ്പോ ഇപ്പോഴാണ് അത് എക്സ്പ്ലോർ ചെയ്യുന്നത്. പണ്ട് കിടക്കുന്ന ഒരു സ്കീമാ, ആ സ്കീം ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയിട്ടുള്ളത് അതായത് പുറത്ത് വരാനുള്ള. നമ്മളെ CBTയിലൊക്കെ പറയും ഒരു അവസരം കിട്ടണ്ടേ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പുറത്തു ചാടാൻ. അപ്പോ ഈ സമയത്താണ് വന്നിട്ടുള്ള ഒരു അവസരം. കാരണം ഇയാള് നല്ലൊരു ഒരു കോമ്പറ്റീഷൻ മുന്നിൽ പോവാണ് തിങ്കളാഴ്ച. അന്നപ്പോ മനസ്സിലൊരു പേടിയുണ്ട്, എനിക്ക് എന്തെങ്കിലും ഇതിൽ സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്നു പോയാൽ പഴയതുപോലെ വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ അയാൾക്കുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പൊ അയാളെ കൊണ്ട് നല്ലോണം ബ്രീത്തിങ് എക്സസൈസ് എന്നാണ് തിങ്കളാഴ്ച രാവിലെ പോകുന്ന സമയത്ത് ട്രെയിനിങ്ങുമായിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ പറയുക. അത് രാവിലെ ബ്രീത്തിങ് എക്സസൈസ് 1 2 3 എപ്പോഴാണ് ആങ്സൈറ്റി അതിനെപ്പറ്റി ചിന്ത വരുന്നത് അതിങ്ങനെ ബ്രീത്തിങ് ചെയ്തുകൊണ്ടിരിക്കുക. തലേന്ന് പ്രാക്ടീസ് നല്ലോണം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. അന്നത്തെ ദിവസം ഈ പ്രവൃത്തി നടക്കുന്ന ജോലി നടക്കുന്ന സമയം ഇതുമായിട്ട് ഒരു ട്രെയിനിങ്ങിനും അന്ന് പോകരുത്. ഡയറക്റ്റ് ആയിട്ട് ഇതിന് ലൊക്കേഷനിൽ പോവുക ചെയ്യുക. എന്തെങ്കിലും ആ സമയത്ത് തോന്നുകയാണെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട് പലതരത്തിലുള്ള, അതൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത് തന്നെ ചെയ്യാൻ പറയും. വേറൊന്നും ഇപ്പൊ സമയമല്ലല്ലോ. വേറൊന്നിനും നമുക്ക് പറഞ്ഞ അയാളെ തോട്ട്സിന്റെ വേരിയേഷൻ മനസ്സിലാക്കാനും അതൊന്നും നമുക്ക് സമയമല്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഒരു ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞു കൊടുത്തിട്ട് എപ്പോഴാണോ ഈ ടെൻഷൻ വരുന്നത്, പിന്നെ എന്താണ് ഈ ഇതുമായിട്ടൊരു ഉത്കണ്ഠ വരുന്നത്, അവർക്ക് ആ സമയത്ത് ഇത് ചെയ്തോളാൻ പറയാം. ഓക്കെ സർ, താങ്ക് യു സർ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വെള്ളിയാഴ്ച കാണാം. നമ്മൾ പുതിയൊരു കോഴ്സ് വരുന്നുണ്ട്, താല്പര്യമൊക്കെ ജോയിൻ ചെയ്യാം. ജാസ്മി മാം ഇവിടെ ഉണ്ടോ? ഒന്ന് വൈൻഡപ്പ് ചെയ്യോ? ജാസ്മി മാം നമ്മളെ ഒരു മികച്ചൊരു ട്രെയിനറാണ്, ഒരു പബ്ലിക് സ്പീക്കറാണ്. ഒരുപാട് നിങ്ങളെ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് ക്ലബ്ബുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പിൽ അറിയുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് അവരെ വിളിച്ചത്. ഏതായാലും നമ്മുടെ മാം ഇന്ന് നമ്മുടെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു എവരിവൺ. സർ, ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ഒറ്റ ചോദ്യം. നമ്മുടെ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ റെക്കോർഡ് സെഷൻസ് കിട്ടുമോ? കാരണം കറന്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റുന്ന സമയത്ത് കിട്ടുമല്ലേ? റെക്കോർഡ് അതിന്റെ വാലിഡിറ്റി ഒരു മാസമാണ് ഉണ്ടാവുക. ആ മാസത്തിനുള്ളിൽ നിങ്ങൾ കണ്ടു തീർക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു സർ. അതിന് മുമ്പ് ഒരു വിഷു വന്നത് കൊണ്ട്, കാരണം നമ്മുടെ ക്ലാസ്സിലൊക്കെ പല യൂട്യൂബ് ക്ലാസ്സിലൊക്കെ കയറി പോകുന്നത് കണ്ടു. അതുകൊണ്ട് നമ്മൾ വാലിഡിറ്റി കൊടുക്കും, എത്ര സമയമാണ് പറയുന്നത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയ ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്? ഓക്കെ, എന്തായാലും ഇത്രയും സമയം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അല്ലെ RBTയെ കുറിച്ച്. അതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഇപ്പൊ കൊടുത്ത ക്ലാസ്സുകളെല്ലാം തന്നെ യുണീക്കാണ്. അതുപോലെ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ വിംബിൾ അക്കാഡമിയിൽ വരുന്നുണ്ട്. ഡോക്ടേഴ്സിന്റെ ക്ലാസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നിസാവ് സാറിന്റെ ക്ലാസ് തന്നെ ഇതിനകത്ത് സ്റ്റുഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ തന്നെ നല്ല ഫീഡ്ബാക്കുകൾ പറഞ്ഞു കാണും. എനിക്ക് കുറച്ച് കട്ടായിപ്പോയി, കേട്ടിട്ടില്ല ഞാൻ. അതുപോലെ നമുക്ക് ഈ ക്ലാസ്സുകൾ റെക്കോർഡ് സെഷനാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിലും റെക്കോർഡ് ആണെന്ന് വിചാരിച്ച് കാണാതിരിക്കരുത്. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ സംശയ നിവാരണം നടത്താം. ഇപ്പൊ തന്നെ എല്ലാം നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മുടെ റെക്കോർഡ് സെഷൻ കണ്ടാലും നമുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്രൂപ്പിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, അതിന് നമുക്ക് അവിടെ മറുപടി കിട്ടും. പിന്നെ
വിപിൾ അക്കാഡമിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇമോഷണൽ ഫീലിങ്സ് ആണ് സത്യം പറഞ്ഞാല്. ഞാൻ അതിൽ വന്നതിന് ശേഷമാണ് ശരിക്കും ട്രെയിനർ കോഴ്സിൽ പാസ്സായി. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ സ്കൂളിലേക്ക് പോയി ക്ലാസ് എടുക്കാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായും ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും കൂടെ കുറച്ചൊന്ന് ശ്രമിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൽ വരുന്ന എല്ലാ ക്ലാസ്സുകളും വളരെ കോസ്റ്റ് കുറവാണ് എന്നുള്ളത് അതിന്റെ മറ്റൊരു പ്രത്യേകത. നിങ്ങൾക്കറിയാലോ ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ ഓരോരുത്തർ വാങ്ങിക്കുന്ന ഫീസുകളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ചെറിയ എമൗണ്ടിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല നല്ല ക്ലാരിറ്റിയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ക്ലാസ്സിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്രയും സമയം നമുക്ക് വേണ്ടി ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന നിസാവ് സാറിനും അതുപോലെ ഇതിനു വേണ്ടി വേദിയൊരുക്കിയ നമ്മുടെ വിംബിൾ അക്കാഡമിക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഇതിൽ ഇരുന്ന ഇത്രയും സമയം നിങ്ങൾ കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്പെഷ്യലി താങ്ക്സ്. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. Thank you. താങ്ക് യു സാർ. ക്വാളിറ്റിക്ക് ക്യാഷ് വാങ്ങിക്കുന്നതിൽ പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാണ് ഫീസ് കുറയ്ക്കുന്നതെന്ന് അറിയാമോ? ഒരുപാട് ആൾക്കാർക്ക് ഇതൊക്കെ ഈ ഒരുപാട് ഫീസൊന്നും കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഫീസ് കുറയ്ക്കുന്നത്. ഇതില് മാഡം ചില ക്ലാസ്സുകള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ആവുന്നുണ്ട്. ഇന്നിപ്പോ ഒരു ആർട്ടിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പം നിസാവ് സാറിന്റെ ക്ലാസ് ഞാൻ ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്തോണ്ട് എനിക്ക് ക്ലാസ് ഒഴിവാക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്തേക്ക് കേറിയത്. അപ്പൊ ഇതുപോലെ ഒന്ന് രണ്ട് ക്ലാസ്സുകളെല്ലാം ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. വേറൊരിടത്ത് കൊടുക്കാനായിട്ട് വാങ്ങി. അത് റെക്കോർഡ് കിട്ടും മാം. എന്തായാലും റെക്കോർഡ് കാരണം സാറ് ഒരുപാട് റെക്കോർഡ് സെഷൻ നമ്മള് ലൈവായിട്ട് സംസാരിക്കുന്നത് പോലെയാണ്. അത് വ്യത്യാസമുണ്ട്. എന്നാലും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ ഓവർലാപ്പ് വരാൻ വേണ്ടിയിട്ട്. ചില ആഴ്ചകൾ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ അതെ, നമ്മൾ മാറ്റം ഉണ്ടാക്കും ഏതായാലും. അപ്പൊ ഒന്നാമത് അത് അഡ്മിൻ ഓൺലി ആണ് ആ ഗ്രൂപ്പ്. അപ്പൊ എല്ലാവരും ഒന്ന് വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കാനും കഴിയില്ല. വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഓർമ്മയുണ്ടാവും, പക്ഷെ ചിലപ്പം ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് അതിനകത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാലേ നമുക്കെല്ലാം യൂസ്ഫുൾ ആവുമായിരുന്നു. ഞാൻ ഫൈസൽ സാറിനോട് ഏതായാലും ഉണർത്തിക്കാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു